10ാം ക്ലാസ് വരെ ഒരു 3 പ്രണയം അല്ലേ? കലയുമായിട്ടുള്ള പ്രണയമാണ്. വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? നമ്മുടെ ജീവിതം അത് തന്നെയാണ്. സ്വയം ഞാൻ പടത്തെ ഞാൻ ഉൾക്കൊണ്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ച് മറ്റേ കൂടി ക്ലാസ്സൊക്കെ വെച്ചിട്ട് ബ്രേക്ക് അടിക്കുക. അതിനുശേഷമാണ് സിദ്ദിഖ് സാറിൻ്റെ ഭാസ്കർ ദി റാസ്കൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു ഡയലോഗുള്ളൊരു വേഷം ലഭിക്കുന്നത്. ഷൂട്ടിംഗ് നടക്കുമ്പോൾ എന്നെ വിളിച്ചു, എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ കഥാപാത്രം വേറൊരാൾക്ക് പോസ്റ്റ് ചെയ്തു. നിവിൻ പോളിയും പ്രചോദേട്ടനും ഇവരൊക്കെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ആ സീൻ കാണിക്കുന്നു. ബ്രേക്ക് സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ വെച്ച് എനിക്കുണ്ടായത് നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതായത് ആ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് കഴിച്ചാൽ ഇറങ്ങില്ലാത്ത രീതിയായി പോയി. അതും ജിത്തു സാർ എന്നെ വിളിക്കുന്നു നേരിട്ട് പെട്ടെന്ന്. സുമേഷിനെ ഞാൻ വിളിച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞു. അത് വിട് ആദ്യമായിട്ട് ചെയ്യുന്നത് ലാലേട്ടൻ്റെ പടത്തിലാണ്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് നിൽക്കുന്നത് ലാലേട്ടൻ്റെ പടത്തിലാണ്. എന്നെ ഒരു കലാകാരനും ഒരു സിനിമാക്കാരനും ആക്കാനായിട്ട് ആദ്യമേ ഒരു തീരുമാനം എടുത്ത ആളായിരിക്കാം എൻ്റെ അച്ഛൻ. 1000 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് എന്നെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് തന്നു. എന്നിട്ട് പിന്നെ ഞാനൊരു 3 വർഷത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സ്ഥലങ്ങളിൽ 8ഓളം സിനിമകൾ ചുമ്മാ ഒരാൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇപ്പോഴും ആ പടങ്ങളൊന്നും എടുത്താൽ ഞാനില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ബാഗുമായിട്ട് അങ്ങ് പോവുക. ഒന്നങ്ങ് വിഷമിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് കരഞ്ഞു കുറേ നേരം. എന്നെ ഞാനാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എന്നെ വലിയൊരാളാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ എൻ്റെ ചേട്ടനാന്ന് പറയാം. ഞാൻ ഒറ്റയ്ക്ക് ഒരു KSRTC ബസ്സിൽ കിഡ്നാപ്പ് ചെയ്തിട്ട് വന്നത് 4 പെട്ടി ഞാൻ തന്നെ പിടിച്ചത്. എന്നിട്ട് ഇങ്ങനെ KSRTC ബസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിൽ നോക്കി നിന്നു ആരെങ്കിലും വരുന്നുണ്ടോന്ന് പുറകെ. അതീവ സൗന്ദര്യത്തിൽ വീണുപോയി. എന്നാലും പെണ്ണുമ്പളെ വിളിച്ച് കേട്ട് പാടിപ്പിച്ചൊരു പാട്ട് നമ്മളെ ജനങ്ങളൊന്നും അറിഞ്ഞിരിക്കും. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാനത്ത്. Some people become famous for being seen, and some people become unforgettable for the way they see others. Today's guest belongs to the second category. He has listened to stories, captured emotions, and brought countless conversations to life through his presence and perspective. But behind every person who asks questions, there is also a life filled with struggles, silence, pressure, and untold stories. Today is not just about media or interviews. Today, it's about the human being behind the voice. Welcome to Shine with Nalan and welcome Sumesh Chandran. Welcome board. എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു. ദൃശ്യത്തിൽ ഇങ്ങനെ തകർത്ത് നിൽക്കുന്ന സമയമാണ്. അതെ. സുമേഷിനെ ജനങ്ങൾക്ക് അറിയാം, വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. കുട്ടിക്കാലം തൊട്ട് തുടങ്ങാം. സുമേഷ് എവിടുത്തുകാരനാണ്? ഏത് നാട്ടുകാരനാണ്? ഞാൻ എറണാകുളം ജില്ലയിൽ പഴന്തോട്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. പഴന്തോട്ടം. ഓക്കെ. എന്താ പറയുക, സ്നേഹസമ്പന്നമായിട്ടൊരു നാട്, ഒരു നാട്ടിൻപുറ ഏരിയ, നന്മയുള്ളൊരു സ്ഥലം. അവിടെ ജനിക്കാൻ സാധിച്ചതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം. അച്ഛൻ്റെ പേര് ചന്ദ്രൻ, അമ്മ ശാന്ത, ചേട്ടൻ സുഭാഷ് ചന്ദ്രൻ, ചേട്ടൻ്റെ വൈഫ് അഞ്ജന, അവർ 2 മക്കള് അഭിനവും അഭിഷേകും, എൻ്റെ ഭാര്യ ബിബി, എൻ്റെ മകൾ വർഷ, മകൻ വരുൺ. സുമേഷ് എവിടെ പഠിച്ച? പഴന്തോട്ടം തന്നെ. സ്കൂളിൻ്റെ പേര്? GHS പഴന്തോട്ടം. കുട്ടിക്കാലമൊക്കെ വളരെ എൻജോയ് ചെയ്ത് തന്നെ ജീവിച്ചാണ്. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറ അനുഭവിക്കാത്ത കുറേ സുഖങ്ങളും സന്തോഷങ്ങളും ഈ നാട്ടിൻപുറ ഏരിയയിൽ നിന്ന് കുറേ അനുഭവിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. പിന്നെ കൂട്ടുകാർ, നാട്ടുകാർ, അയൽപ്പക്കം, ബന്ധുക്കൾ എല്ലാം പോസിറ്റീവായിരുന്നു എന്നുള്ളതാണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം പോസിറ്റീവായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഒരു മാവേലിയുടെ നാടായിരുന്നു. അവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ തൊട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു വിജയം ഞാൻ പോലും അറിയാതെ ആഘോഷിക്കുന്നവരാണ് എൻ്റെ നാട്ടുകാർ. മനസ്സിലായി. മറ്റുള്ളവരോട് പറഞ്ഞു ഊറ്റം കൊള്ളുന്ന ആൾക്കാരാണ് എൻ്റെ നാട്ടുകാർ. ഇപ്പോഴും ഈ പറയുന്ന ദൃശ്യം 3 വന്നപ്പോഴും 2 വന്നപ്പോഴൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫ്ലെക്സ് വെക്കണതൊക്കെ നാട്ടുകാർ തിയേറ്ററിൽ ഫ്ലെക്സ് കൊണ്ടുവന്ന് വയ്ക്കും. പിന്നെ അതുപോലെ ഫാൻസുകാരോട് ഇങ്ങനെ നമ്മുടെ ചെറുക്കനാണെന്നൊക്കെ പറയുന്ന കാരണന്മാരുൾപ്പെടെ. അച്ഛൻ എന്തായിരുന്നു ജോലി? കെട്ടിടത്തിന്റെ അമ്മയ്ക്ക് ഹൗസ് വൈഫ്. അപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കലാപരമായി എങ്ങനെയായിരുന്നു? സ്കൂളിൽ തൊട്ടാണ് ഈ തുടക്കം എന്ന് പറയുന്നത്. ഒന്നാമത് സ്കൂളിൽ തുടങ്ങുന്നതിന് മുമ്പ് പറയാം, എൻ്റെ അച്ഛനൊരു കലാകാരനാണ്. വില്ലടി ചമ്പാട്ട്, ചിന്തുപാട്ട്, ഉടുക്ക്,
എൻ്റെ മുറ്റത്തായിരുന്നു അതൊക്കെ റിഹേഴ്സലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞിലെ. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ ഞാനിത് കുഞ്ഞിലേ മുതൽ കാണുന്നതാണ്. ഇത് കണ്ടിട്ടാണ് എൻ്റെ വളർച്ച. അപ്പം അതിനോട് ജോയിൻ ചെയ്യാനുള്ളൊരു എന്താ പറയുക ത്വര നമ്മുടെ മനസ്സിൽ അഭിനിവേശം അത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പിന്നെ അച്ഛൻ്റെ പാരമ്പര്യം എന്താ പറയുക നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഇതിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ ഈ ചിന്തുപാട്ടിൻ്റെയൊക്കെ കൂടെ ഡാൻസ് കളിക്കാനും അവരുടെ വലിയ ആൾക്കാരുടെ ഉള്ളിലൊക്കെ കിടന്ന് ഞാൻ ഇങ്ങനെ വരവായിരുന്നു. അങ്ങനെ ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത് കലാപരിപാടികളോട്. ചിന്തു പാട്ട് തുടങ്ങിയ സമയത്ത് ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള ഒരാൾ ഞാനായിരിക്കും. ചിലപ്പോൾ ഒരു ട്രൂപ്പിൻ്റെ കൂടെ പാനകം എന്ന് പറയും, നമ്മുടെ അയ്യപ്പൻ വിളക്ക്, അതിനൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് പോകുന്ന ആളുകളുടെ കൂടെ ചെറിയ ഒരു പയ്യൻ എന്നെക്കാളും വലിയൊരു ചിന്ത് ഒക്കെ പിടിച്ച് അന്നൊക്കെ നോട്ടുപാല കൂടെ പാടി സ്റ്റെപ്പുകളൊക്കെ വയ്ക്കും. കുഞ്ഞിലേ മുതൽ അങ്ങനെ തുടങ്ങിയതാണ്. ഒരു 3ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റേജിൽ ലളിതഗാനം എല്ലാ മത്സരങ്ങൾക്കും ചേരുവ. പേടിയില്ല വേദി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ എല്ലാത്തിനൊക്കെ പേര് കൊടുക്കും. അങ്ങനെ പേര് കൊടുത്ത് പ്രച്ഛന്ന വേഷം, നാടകം, അത് ഇത് ഉള്ളതിനെല്ലാം. കൃഷ്ണൻ പറഞ്ഞ സമൂഹഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ലളിതഗാന മത്സരത്തിന് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നിറം സിനിമയിൽ ഒരു പേപ്പർ മറഞ്ഞു പോയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ എന്ന് പറയുന്ന പോലെ ഞാനാകെ ഇതായിപ്പോൾ ഒരു ബുക്കിൽ വെച്ചിട്ടാണ് ഞാൻ പാടിയത്. ബുക്കിൽ നിന്ന് ഈ പേപ്പർ ഇങ്ങനെ മറിഞ്ഞ് കുറേ താളങ്ങ് മറിഞ്ഞു പോയി. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പിന്നെ അത് ഞാൻ പിടിച്ചിട്ട് കിട്ടണില്ല. ടൈമുണ്ടല്ലോ ഈ പച്ച ചുവപ്പ് മഞ്ഞയൊക്കെ ലൈറ്റ്, ആ സമയത്തൊന്നും പിടിച്ച കിട്ടിയില്ല ഈ താള്. ഒന്നങ്ങ് വിഷമിച്ചിട്ട് ഞാൻ സ്റ്റേജിൽ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് കരഞ്ഞു കുറേ നേരം. അത് എത്രാമത്തെ വയസ്സിലാണ്? ഈ 3ാം ക്ലാസ്സിൽ പഠിക്കും. പിന്നെ അങ്ങോട്ട് 3, 4, 5 എന്നുള്ള സംഭവം ഈ കരച്ചിൽ മാറി, പേപ്പർ മാറി, ബൈഹാർട്ടാക്കി തുടങ്ങി. അങ്ങനെ ഓരോ വേദി സ്കൂളിൽ തന്നെ. അങ്ങനെ ഒരു 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു 2 3 പ്രാവശ്യം നാടകത്തിന് ബെസ്റ്റ് ആക്ടർ, ജില്ലാ ഉപജില്ലാ തലത്തിലൊക്കെ നാടകത്തിന് ഫസ്റ്റ് ജില്ലയിലും ബെസ്റ്റ് ആക്ടർ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ വാങ്ങിച്ചിരിക്കും. ഇപ്പൊ എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു മാഷോ ഒരു ടീച്ചറോ കാണുമല്ലോ, പേര് കൊടുത്തേക്കണം, നമ്മളെ ആരാധിക്കുക. അത് നമ്മള് എല്ലാ കലാകാരന്റെ പിറകിലും അല്ലെങ്കിൽ സ്പോർട്സ്മാന്റെ പിറകിലും നമ്മൾ പോലും അറിയാത്ത രക്തബന്ധത്തിൽ ഇല്ലാത്ത ഒരു ടീച്ചറോ ഒരു മാഷാണ്. തീർച്ചയായിട്ടും. അങ്ങനെ ഉണ്ടോ? എത്ര എണ്ണമെന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ഉണ്ട്. ഈ സംഗീതം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് സംഗീത സാറെന്ന് പറയുന്നത് രാധാകൃഷ്ണൻ സാറ് എൻ്റെ ഉള്ളിലെ ഒരു കലാകാരനെ വലിയ ഇഷ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹം മരിച്ചുപോയി. അപ്പം അന്ന് സംഗീതം പഠിപ്പിക്കുന്ന സാറാണ്. നമ്മൾ അന്ന് ഓഡിയോയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കേൾക്കാതെ ലൈവായിട്ട് ഒരു എന്താ പറയുക കച്ചേരിയൊക്കെ പോലെ സ്വരങ്ങളും സംഗീതത്തിൻ്റെതായിട്ടുള്ള വേറെ വഴികളിലൂടെ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നൊരു സാറ്. അപ്പോൾ അത്ഭുതമായിട്ട് കണ്ട ഒരാളാണ് രാധാകൃഷ്ണൻ സാറ്. അപ്പോൾ സാറ് എപ്പോഴും എന്നിലെ കലാകാരനെ മനസ്സിലാക്കിയിട്ട് എപ്പോഴും സാറ് പറയുന്ന ഈ പേര് കൊടുക്കും, ലളിതഗാനം സാറ് പഠിപ്പിക്കും. ലളിതഗാനം സിനിമാഗാനം ഒക്കെ ഉണ്ടായിരുന്നു നേരം. സിനിമാഗാനമൊക്കെ പാടി അങ്ങനെ ആ സാറ് വലിയ ഹാപ്പിയായിരുന്നു. എൻ്റെ സീനിയറായിട്ടുള്ള കുറേ ആളുകൾ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ ഞാനുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചേട്ടന്മാർ മിമിക്രി കാണിക്കുമ്പോൾ അതിനോട് താല്പര്യം തുടങ്ങിയിട്ട് 7ലൊക്കെ തുടങ്ങി ഞാനിങ്ങനെ ഓരോരോ സൗണ്ട് ഇമിറ്റേഷൻ ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അന്ന് സൗണ്ട് ഇമിറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പം സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു, സാറേ എനിക്ക് മിമിക്രിക്ക് ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്, നീ എന്ത് ചെയ്യും? ഞാൻ പ്രേം നസീർ, പഴയകാല എല്ലാ നടന്മാരുടെയും ശബ്ദം അത് ഈ കറക്റ്റ് അല്ല, പക്ഷെ നമ്മൾ പേര് കൊടുക്കുക. അങ്ങനെ ഡയലോഗ് പറഞ്ഞാൽ മതി. അതെ, ഡയലോഗ് പറയുക, കുറച്ച് മാറ്റം പിടിച്ച് കുറേ നടന്മാരുടെ ഞാൻ പഠിച്ചിട്ട് ചെന്നപ്പം എന്താ പറയുക മിമിക്രിക്ക് ആരും പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് എന്താ പറയുക ഇച്ചിരി സ്മാർട്ടാണ്. ഈ കലാകാരനും ഒക്കെ ആയതുകൊണ്ട് കുറേ ആളുകൾക്ക് കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായിട്ട് ചെറിയ പ്രണയമൊക്കെ തുടങ്ങിയ അങ്ങനെ. അപ്പം സ്കൂളിലൊരു ഷൈൻ ചെയ്യൽ പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം എനിക്ക് മിമിക്രി കാണിക്കണം. ചെന്നപ്പം മത്സരിക്കാൻ ആളില്ല, അത് മത്സരം ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞു. ആളില്ലെങ്കിൽ ഒരാളല്ലേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരുത്തനെ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പോയി മത്സരത്തിൻ്റെ പേരോട്, ഇവൻ മിമിക്രിയായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. അവനെ ഞാനൊരു ഗ്രൗണ്ടിൻ്റെ, അതായത് അവിടെ വേറെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു, മിമിക്രി ആളുണ്ടെങ്കിൽ നടത്താൻ ഒരാളും കൂടി മതി. ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങേ മൂലയ്ക്ക് കൊണ്ടുപോയി ഞാൻ ഇവനെ മിമിക്രി പഠിപ്പിക്കുവാണ്. ട്രെയിനിൻ്റെ വിസിൽ, ട്രെയിൻ അത് വരുന്നു. പിന്നെ അതുപോലെ കാക്ക, സുപ്രഭാതം, പിന്നെ അതുപോലെ അണ്ണാൻ, അതൊക്കെ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഓരോരോ ആക്ഷൻ എടുത്തിട്ട് അങ്ങനെ അവനെ കുറേ സാധനങ്ങൾ പ്രകൃതി സംഭവമായിട്ട് പഠിപ്പിച്ചു. അവനപ്പോൾ ഞാൻ നീ ചെയ്യടാ ഉറപ്പിച്ചിട്ട് അവനെ കൊണ്ട് പേര് കൊടുപ്പിച്ച് മിമിക്രി മത്സരം ആരംഭിച്ചു. ഇവൻ ആദ്യം ഈ പറയുന്ന ട്രെയിനും
ഈ ഞാൻ പറഞ്ഞു കൊടുത്ത എല്ലാ ശംഖൂതുന്നതും എല്ലാ സംഭവങ്ങളും കാണിച്ചു. ആരും കൈയടിച്ചൊന്നുമില്ല. രണ്ടാമത് ഞാൻ വരുന്നു. അന്ന് ഞാൻ ഭയങ്കര ഈ ഹെയർ സ്റ്റൈലൊക്കെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഹെയർ സ്റ്റൈലൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആളാണ്. സമ്മറായിരുന്നു അന്നേരമൊക്കെ, മുകളിലേക്ക് ഇരിക എന്നുള്ള സംഭവമൊക്കെ ആയിരുന്നു. ഞാൻ മുടിയൊക്കെ ചീകി അവിടെ വന്നു. ഓരോ നടന്മാരുടെ ശബ്ദം, കൃഷ്ണൻകുട്ടി നായർ, പ്രേം നസീർ, ഉമ്മർ, അങ്ങനെ അങ്ങനെ ഓരോന്നിനും കൈയടി. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എന്നെ ഉറ്റുനോക്കുന്ന കുറച്ച് നായികമാരുണ്ടല്ലോ, അവരുടെയൊക്കെ മുഖത്ത് നോക്കിയത് നമ്മൾ എല്ലാവർക്കും ഡയലോഗൊക്കെ അത്ര രീതിയിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൈയടിച്ചു, ഭയങ്കര ഓളം. എനിക്ക് സന്തോഷം. ആദ്യമായിട്ട് വേദി കയറി മിമിക്രി അവതരിപ്പിച്ച് കൈയടി കിട്ടി. സംഭവം ഒന്ന് ഫസ്റ്റ് മറ്റവന് കിട്ടി, സെക്കൻഡ് എനിക്ക് കിട്ടി. എൻ്റെ മത്സരത്തിൻ്റെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്, അല്ലാതെ സിനിമാ താരങ്ങളുടെ ശബ്ദമല്ല. ശരിക്കും അവനെ കൃത്യമായിട്ട് ആ സംഭവമൊക്കെ പഠിപ്പിച്ച് അവർ ഫസ്റ്റ് കിട്ടി, എനിക്ക് സെക്കൻഡ് കിട്ടി. ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം മിമിക്രിയൊക്കെ ചെയ്ത് നടക്കുന്നു ഞാൻ അറിയുന്നു. ഗുരുനാഥനാണ് ഞാൻ. അതെ, അത് ഭയങ്കര ടേണിംഗ് പോയിന്റ്. പക്ഷെ ഞെട്ടുമല്ലോ. ഇത് വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ അനൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ നമുക്കാണ് ഫസ്റ്റ് അതേത്. അതും നമ്മൾ കഷ്ടപ്പെട്ടു ഒരു ഗ്രൗണ്ടിന്റെ മൂലയ്ക്ക് കൊണ്ടുപോയിരുത്തി പഠിപ്പിച്ച് ഒരു കലാകാരനെ വിളിച്ചുണർത്തി. അതെ, അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ഈ ആദ്യമായിട്ട് പാടിയ പാട്ട് ഓർമ്മയാണ്? ലളിതാനാണ് പാടിയേക്കണത്. പക്ഷെ പാട്ട് ഞാൻ സമ്മാനം കിട്ടിയത് അതെ ചെയ്തതിനൊക്കെ സെക്കൻഡും തേർഡും അങ്ങനെയൊക്കെ ആയിട്ട്. പണ്ടത്തിലെ കൊച്ചു ട്രോഫിയാണല്ലേ? ട്രോഫി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഈ ചെറിയ ട്രോഫി കിട്ടുമ്പോൾ സന്തോഷം. ഫസ്റ്റ് പാട്ട് ഞാൻ ദാസേട്ടന്റെ ഒരു ലളിതഗാനം കണ്ട പാടി. അത് ആവണി ഓണത്തിന്റെ ഒരു ആവണി കാറ്റിന്നു കുണുങ്ങി, അങ്ങനെ ഒരു പാട്ടാണ് ഞാൻ ഇപ്പോൾ ഓർക്കുള്ള. മിമിക്രി ആദ്യം എടുത്ത നടൻ ആദ്യം ഈ പറഞ്ഞ ഇതൊക്കെയായിരിക്കും, ഉമ്മറും പ്രേം നസീറൊക്കെ ആയിരിക്കും. ആദ്യം കൈയടി കിട്ടുമ്പോൾ നമ്മൾ മറക്കത്തില്ലല്ലോ. എന്നാലും അന്നേരം നമ്മൾ ഈ പറഞ്ഞ കലാഭവൻ ഇങ്ങനെ കത്തിയിരിക്കുന്ന സമയമാണ്. അതാണ്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇ.ഡി. ശോഭ ഈ സാധനങ്ങളെ ഞാൻ അന്നേരം ഈ പറയുന്ന പോലെ കലാഭവൻ തന്നെ ആയിരുന്നിട്ടോ. ഈ 7 മുതൽ ചേട്ടന്മാരൊക്കെ പറയും ഇങ്ങനെ കലാഭവനിൽ പോയി പഠിക്കണം, മിമിക്രി പഠിക്കണം. അങ്ങനെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ മിമിക്രി പഠിക്കാനുള്ള കാരണം തന്നെ ഒരു 7-8 ഹൈസ്കൂളിലേക്ക് എത്തിയ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കലാഭവനിൽ പോയി മിമിക്രി പഠിക്കുക എന്നുള്ളതായിരുന്നു. മിമിക്രി അവിടെ നിന്ന് പഠിക്കൽ മാത്രമല്ല, ഈ പഠിച്ച് ഇറങ്ങുന്നവരൊക്കെ സിനിമയിലേക്ക് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു. അതാണ് സിനിമയിലേക്കുള്ള വഴി. അങ്ങനെയായിരുന്നു നമ്മുടെ മനസ്സിലുള്ളത്. കലാഭവൻ മണിച്ചേട്ടൻ, ജയറാമേട്ടൻ, ജയസൂര്യ, അങ്ങനെയുള്ള ഒരുപാട് പേര്, ജയസൂര്യ, അവരെല്ലാവരും ഇങ്ങനെ കലാഭവനിലുള്ളവർ ഇങ്ങനെ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്കും സിനിമാമോഹം, അതായത് നമ്മുടെ വീട്ടിൽ പണ്ട് VCR ഉം VCD ഒക്കെ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെയായിരുന്നു ഇത് വെച്ചിട്ട് സ്ക്രീൻ സെറ്റ് ചെയ്ത്, അല്ല TV-യിൽ എല്ലാവരും ഈ നമ്മുടെ ചാന്തുപൊട്ട് സിനിമയിൽ മൂപ്പൻ്റെ വീട്ടിൽ വന്നിരുന്ന് കാണില്ല എന്ന് പറഞ്ഞവരെ പായൊക്കെ ഇട്ടിട്ട് എല്ലാവരും കൂടി ആ കാലഘട്ടത്തിൽ രസമാണ് ആ കാസറ്റ് കൊണ്ടുവരുമ്പോൾ. അതെ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാസറ്റ് ചിലപ്പോൾ കിട്ടൂല, കറണ്ട് പോകും, സഹിക്കാൻ വയ്യാത്ത. ഈ VCR-നകത്ത് ഈ പറയുന്ന കാസറ്റ് കുടുങ്ങും. അതെ, ഫംഗസ് ഒക്കെ വരുമ്പോഴത്തേക്കും സങ്കടം, ഒരു ഏരിയ ഒക്കെ പോവല്ലേ, അത്ര നേരം കണ്ടോണ്ടിരുന്ന ഇമോഷണൽ ആയിട്ട്. നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്നു, അന്ന് VCR ഇല്ലെങ്കിൽ ടെലിവിഷൻ എന്നൊക്കെ പറയുന്ന ഒരു ലക്ഷറിയാണ്. വാടകയ്ക്ക് എടുക്കുക എന്നുള്ളത് തന്നെ വലിയ, അത് 3-4 വീട്ടുകാരൊക്കെ ചേർന്നായിരിക്കും ചിലപ്പം സിനിമകൾ കാണാൻ വരുന്നത്. അന്നില്ല തിയേറ്റർ എഫക്റ്റ് ആണ്, ഒരു 10-12 പേര് കാണും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ഈ സിനിമാ മോഹം കയറി കൂടുന്നത്? സിനിമ എന്നും കാണുമായിരുന്നു. എൻ്റെ കുഞ്ഞിലെ പോലെ എൻ്റെ അച്ഛൻ എറണാകുളത്ത്, അപ്പം ഞങ്ങൾ കുറച്ച് മാറിയാൽ ഞാൻ പറഞ്ഞു പഴന്തോട്ടത്താണ്, എറണാകുളം ജില്ലയാണെങ്കിലും കുറച്ച് ഉള്ളിലേക്ക് മാറിയിട്ടാണ്. അച്ഛന് എന്താ പറയുക, സൈക്കിള് മുതൽ ലൂണ MIT മുതൽ ബൈക്ക് സെക്ഷൻ മുഴുവൻ അച്ഛൻ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം കൊടുത്ത് അങ്ങനെ. അപ്പോൾ രാവിലെ എടുത്ത് ഞങ്ങൾ വണ്ടി ഓടിക്കാനൊക്കെ ശ്രമിക്കും. സൈക്കിളിനാണെങ്കിൽ സൈക്കിൾ ഒരു ഒറ്റപ്പെടലയിലൊക്കെ നിന്നിട്ട് അച്ഛൻ പണിക്ക് പോകണേക്ക് മുമ്പ്. അന്ന് മുതൽ ഈ എറണാകുളത്ത് ശനി ഞായറും ഞങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകും. ഷേണായിസ്, സരിത സവിത സംഗീത. അപ്പോൾ 2 സിനിമയും ഒരു ബിരിയാണിയാണ്. രാവിലെ ഒരു സിനിമ, ഉച്ചയ്ക്ക് ബിരിയാണി, അത് ഉച്ച കഴിയുമ്പോൾ ഒരു സിനിമ. അച്ഛൻ അതങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കുക. വീട്ടിൽ പണ്ടൊക്കെ അച്ഛൻ പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ പാർക്കിൽ പോകലോ അങ്ങനെ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മൾ പകൽ കളിയും ഇതൊക്കെ. വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ഒരു ജീപ്പൊക്കെ വിളിച്ചിട്ടായിരിക്കും വരണേ അച്ഛൻ. വരുമ്പോൾ തന്നെ നമ്മളെ റെഡി ആകുമ്പോൾ പറയും, അപ്പം തന്നെ നമ്മൾ നിക്കറൊക്കെ ഇട്ട് ചാടി ഇറങ്ങും, ജീപ്പേ കയറ്റി തൊട്ടടുത്തുള്ള തിയേറ്ററിലോ അവിടെയൊക്കെ സിനിമയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോയിരുന്നു കുഞ്ഞിലേ മുതൽ. അങ്ങനെ അപ്പം നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ പോയാലും ഓരോ നടന്മാരുടെ ശൈലിയിലേക്ക് എന്നിട്ട് കണ്ണാടി നോക്കുന്നതും അങ്ങനെ ഒരു ശൈലിയായി മാറി. അപ്പോൾ സിനിമയിലേക്ക് അങ്ങനെ മാനസികമായിട്ട് നേരത്തെ എത്തിക്കഴിഞ്ഞു. അച്ഛനായിരിക്കണം എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ സിനിമാ പ്രാന്തം. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞ മിമിക്രി, കലാഭവൻ, അതിൽ നിന്ന് സിനിമയിലേക്ക് എന്നുള്ള സംഭവമൊക്കെ പിന്നെ വരണതും ഒക്കെ.
പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് കഴിഞ്ഞ് നേരെ കലാഭവനിലെത്തി. വീട്ടിലിപ്പോൾ ചേട്ടച്ചാറുണ്ടല്ലോ. ചേട്ടനുണ്ട്. ചേട്ടൻ ഈ കലാപരമായി ചേട്ടൻ പാട്ടുകാരനാണ്. ചേട്ടനൊരു കോർഡിനേറ്റർ ആയിരുന്നു ചാനലിലും, അതുപോലെ പ്രോഗ്രാം കോർഡിനേറ്റർ, ഒരു സ്റ്റേജ് ഇപ്പോഴും പ്രോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചേട്ടനൊരു കലാകാരനാണ്. തീർച്ചയായിട്ടും. അതെ അതെ. ചേട്ടൻ കലാകാരൻ മാത്രമല്ല, എൻ്റെ വലിയൊരു എന്താ പറയുക, ഗുരുവാണ്. ഗുരു മീൻസ് എന്നെ ഞാനാക്കാൻ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ എന്നെ വലിയൊരാളാക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ എൻ്റെ ചേട്ടനെന്ന് പറയാം. ഓരോ അവസരങ്ങൾ ഞാൻ ചോദിക്കുന്ന പോലെ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന, എൻ്റെ അനിയനൊരു അവസരം കൊടുക്കാൻ പറഞ്ഞ് ചോദിക്കുന്ന ഒരാളാണ് എൻ്റെ ചേട്ടൻ. അങ്ങനെ ഇപ്പം അവൻ്റെ യാത്രയിൽ ഇപ്പം എത്തി നിൽക്കുന്നത് 3 സിനിമ ലൈൻ പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തു. ഇനി അടുത്ത കഥ കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു കമ്പനി ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ സിനിമ അങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതിപ്പം ഒരെണ്ണപ്പം റെഡി ആയിട്ട് വരുന്നു. അങ്ങനെ 7ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് സുമേഷ് 10ാം ക്ലാസ് പാസ്സാവുന്നു. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഞാൻ നോക്കിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നേരെ കലാഭവനിൽ നിന്ന് നേരെ കുറേ കാലം, ഒരു 1.5 വർഷം കലാഭവനിൽ ഇങ്ങനെ നിൽക്കുകയും ആഗ്രഹം. പിന്നെ നമ്മളാ റൂട്ട് പിടിക്കുക, ഈ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ വലിയ കലാകാരന്മാരുടെ കൂടെ പോയിട്ട് കറ്റം വലിക്കുക, എല്ലാവരും പോലെ സൈഡിൽ നിന്നിട്ട് ഇവരുടെ എക്സ്പീരിയൻസ് ആവുക, നമ്മൾ ഇവരെയൊക്കെ കണ്ട്. പിന്നെ സുമേഷ്, നമ്മൾ ഒരു വലിയ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ച് യാത്ര ചെയ്യുന്നു. നമ്മളിൽ എപ്പോഴും ഒരു വലിയ കലാകാരനാണ് എന്നുള്ളൊരു മോഹവും ഒരു വിശ്വാസവും ഉണ്ട്. അകംഭാവം എന്ന് പറയാൻ പറ്റില്ല. ഈ വിശ്വാസത്തിൻ്റെ പുറത്താണ് സുമേഷ് യാത്രകൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ബിക്കോസ് അച്ഛൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മകൻ, ജ്യേഷ്ഠൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അനുജൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കലാഭവൻ എന്ന് പറയുന്നൊരു വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അതിൻ്റെ വാതിലിൽ നിന്നിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു ജോലിയുണ്ട്, ആ കലാഭവനെ വായിക്കുക, അവരുടെ എൻട്രി എന്ന വലിയ പ്രതീക്ഷകളോടുകൂടിയാണ്. അല്ലേ? അല്ലേ? ചെന്ന് കയറിയതിന് ശേഷമുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാ അടുത്തേയും പോലെ അവരുടനെ തന്നെ നമ്മളെ അങ്ങ് സ്വീകരിക്കത്തില്ല. ഊതിക്കാച്ചിയെ ഒരു കലാകാരനുണ്ടാവും, മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈഗോ, നമ്മുടെ അവസരങ്ങൾ ചോദിക്കുക, നമ്മളെ ഇടയ്ക്കിടെ മറികടാന്ന് പറയുക. ഇപ്പോഴെല്ലാം അങ്ങനെ പറഞ്ഞാൽ, ഇന്ന് പറഞ്ഞാൽ ഇപ്പോഴേ ജോലി കളഞ്ഞിട്ട് പോവുക, ഇല്ലേ വേറെ അന്വേഷിച്ച് പോവുക, ആ എറ്റും തുപ്പും ഇല്ലെങ്കിൽ ആ കോപം എല്ലാം സഹിച്ച് എങ്ങനെയാണ് സുമേഷ് അത് തരണം ചെയ്ത് ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ, ആ മൈക്കിൽ, കലാഭവൻ്റെ വേദിയിൽ സുമേഷ് ചെന്ന് നിൽക്കുമ്പം സുമേഷിൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ട്? അതെങ്ങനെയായിരുന്നു സുമേഷ്? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ബോർഡ് വായിക്കലാണല്ലോ ആദ്യത്തെ ഒരു സംഭവം. നമ്മളെ അന്ന് ഒരു പ്രാവശ്യം എന്നെ അച്ഛൻ കൊണ്ടുവന്നാക്കി. പിന്നെ ഞാൻ സ്ഥിരം പള്ളിക്കരയിൽ നിന്ന് ബസ് കയറിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു 25 രൂപ അച്ഛൻ തന്നുവിടും, ഒരു ഹാഫ് ബിരിയാണി മേടിച്ച് കഴിക്കും. ഒരു 2 മണിക്കൂറാണ് ക്ലാസ്. അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ നേരെ ചെല്ലുന്നു, ഇത് കാണുന്നു. നമ്മൾ കാസറ്റുകളിലൊക്കെ കണ്ടിരിക്കുന്ന ആളുകളൊക്കെ ചില സമയത്ത് അതിൽ ഇതിലൊക്കെ പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൗതുകം ഭയങ്കരമായിട്ടുള്ള, ഇവരെ അന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കലോ പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരെ അകത്തേക്ക് ഓരോ ഓഫീസ്, ഓരോ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഒരു സ്കൂളിൽ ആദ്യം കൊണ്ട് ചേർക്കുമ്പോൾ ക്ലാസ് റൂംസ്, സ്കൂളിൻ്റെ ഭാഗങ്ങളൊക്കെ പോയി കാണും. ആവേലച്ചൻ ഓഫീസ് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ചെല്ലുമ്പം എനിക്കൊരു ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടിരുത്തി. പിന്നെ ക്ലാസ്സിൽ ഇരുത്തിയെങ്കിലും നമ്മൾ ഈ ആദ്യം കണ്ട ആളുകളില്ലേ, ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ, ഈ വാതിലിലൂടെ പോകുമ്പോൾ യാതൊരു നോട്ടം നോക്കും. അവരെ നോക്കുന്നതിൻ്റെ കാര്യം അവരാകണം, അവരാകും. അതാണ് നമ്മുടെ മനസ്സിൽ ഇപ്പം ഈ ക്ലാസ് വന്നിരുന്നേ ഉള്ളൂ. ആ പോകുന്ന ആളാവും നമ്മൾ, അതിനാണല്ലോ വന്നിരിക്കുന്നത്. പിന്നെ ആ ആളതിന് ശേഷം വേണം നമുക്ക് പടത്തിലേക്കൊക്കെ പതുക്കെ യാത്ര ചെയ്യാനായിട്ട്, സിനിമയിലേക്കൊക്കെ. സിനിമയുടെ കാര്യങ്ങളോ അങ്ങനെ ചർച്ച ചെയ്യാനൊന്നും അവിടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല. സാറുമാരോടാണെങ്കിലും ഫ്രീ ആയിട്ട് അങ്ങനെ ഇടപെടാൻ. കാരണം കോമഡി ആണെങ്കിൽ പോലും മാഷന്മാരെപ്പോഴും സീരിയസ് ആണല്ലോ. നമ്മൾ ഈ ഇമിറ്റേഷൻ പഠിപ്പിക്കലല്ല അവിടെ. നമ്മൾ ഈ പറയുന്ന പോലെ സ്കിറ്റുകളും കാര്യങ്ങളും, കോമഡി വെർഷൻസും, ഈ പറയുന്ന പോലെ ബോഡി ലാംഗ്വേജ്, ടൈമിങ് പരിപാടി കാര്യങ്ങളൊക്കെയാണ്, മൈക്ക് ബാലൻസിങ്. അപ്പം അങ്ങനെ ഒരുപാട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ പിന്നെ ആളുകളൊക്കെ ആയിട്ട് പരിചയമായിപ്പം സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ച് അതിനായിട്ടില്ലെന്ന് പറയും. അങ്ങനെ കുറച്ച്. അപ്പം നമ്മളവിടെ ഇരിക്കുമ്പോൾ തന്നെ ആ കലാഭവൻ്റെ ഒരു 3 ടീം പ്രോഗ്രാമിന് പോകുന്നുണ്ട്. വണ്ടിയിൽ വന്ന് സാധനങ്ങളൊക്കെ കയറ്റുന്നു, ആർട്ടിസ്റ്റുകൾ വരുന്നു, കയറിപ്പോകുന്നു. ഇതൊക്കെ കാണും നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തണം. പിന്നെ നമ്മൾ സ്കൂൾ 8ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് എത്തണേക്ക് മുമ്പ് എന്നെ ചേർത്തിരുന്നു. പിന്നെ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് വെച്ചാൽ നേരെ പടത്തിൻ്റെ, ഞാൻ കലാഭവൻ്റെ സ്റ്റേജ് അന്നേരം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. നേരെ മറിച്ച് അവിടെ നിന്ന് നേരെ അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ നമ്മുടെ നാട്ടിൻപുറത്ത് ചെറിയ കല്യാണ പരിപാടികൾ, ക്ലബിൻ്റെ പരിപാടികൾ,
പരിപാടികൾ, എവിടെ ക്ലബിൻ്റെ ഈ പറയുന്ന പോലെ ഓണാഘോഷത്തിൻ്റെ പരിപാടി മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരെ പോയിട്ട് അവിടെ പാട്ട് പാടാൻ കയറും. അങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ട്രോഫി അതൊക്കെ മേടിച്ചിട്ട് വരും. അതൊന്നും പെടത്തില്ല, അതൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം അത് തന്നെയാണ്. അമ്മ വീട്ടിൽ പോകും ഈ സ്കൂൾ വെക്കേഷനിലൊക്കെ. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഓരോ ആഘോഷങ്ങൾ നടക്കുന്നു, ഓരോ ക്ലബ്ബുകൾ എടുക്കും, അവിടെയൊക്കെ പോയി ഡാൻസ് അറിയില്ലാത്തവരുടെയൊക്കെ ചെയ്യും. കഹോനപ്പ്യാർ നമ്മുടെ സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഞാൻ ഋത്തിക് റോഷൻ എന്നെ കണ്ട വേറൊരു മനുഷ്യനായിട്ട് സ്വയം ഞാൻ പടത്തെ ഞാൻ ഉൾക്കൊണ്ടിട്ട് നമ്മളെ മനസ്സിൽ നമ്മൾ ഋതിക് റോഷനാണ്. അയാൾ ഡാൻസ് കളിക്കുന്ന ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് മറ്റേ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ബ്രേക്ക് അടിക്കുക. എന്ത് ധൈര്യമായിട്ട് തുറക്കണം. അത് ആളുകളത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ വേറൊരു കേസ് എന്ന് വെച്ചാൽ അന്നത്തെ സ്റ്റേജിൽ ഈ വലിയ പവർ ലൈറ്റുകളും കാര്യങ്ങളൊന്നുമല്ല, ഫ്ലിക്കറൊക്കെ അല്ലേ. അത് തന്നെ ഡാൻസ് ആവും. ഒന്നാണെങ്കിൽ കൊടുത്താൽ മതി. അതെ, നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഡാൻസ് ആവും. പിന്നെ പാട്ടിന്റെ പഞ്ചല്ലേ, പാട്ടിന്റെ പഞ്ചിലങ്ങനെ ഓരോ കാര്യങ്ങളങ്ങനെ പോകും. 10ാം ക്ലാസ് ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ നടന്ന് ഈ ഞാൻ ഓരോ ട്രൂപ്പുകളിലേക്ക് കലാഭവന്റെ വേദിയിൽ വന്നിട്ടില്ല. കലാഭവന്റെ വേദി ഇപ്പൊ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സമിതികളിൽ അധികം പോയിട്ടില്ല. പിന്നെ ഈ ഒരു കോട്ടയത്ത് ഒരു സമിതിയിൽ ഞാൻ ആദ്യമായിട്ട് ചേരുന്നത്. കാരണം അന്നത്തെ കലാഭവന്റെ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രീമിയം സ്റ്റാർ നമ്മളെ അബീക്കയാണ്. അതെ, അബീക്കയാണ് സൂപ്പർ സ്റ്റാർ, മിമിക്രിയുടെ സൂപ്പർ സ്റ്റാർ. സിംഹം. അതിനുശേഷമുള്ള ജറാമേട്ടൻ ആരായാലും. കാരണം അബീക്കയുടെ കാസറ്റ്, മിമിക്രി ഓഡിയോ കാസറ്റ്, ബച്ചന്റെ വേഷത്തിലൊക്കെ അബീക്ക കണ്ടിട്ടുണ്ടോ? പിന്നെ അബീക്കയുടെ കൂടെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക, ടെലിവിഷനിലൊക്കെ കയറിയതിന് ശേഷം കേരള സംസ്കൃതി അവാർഡ്, ബെസ്റ്റ് കൊമേഡിയനുള്ളൊരു അവാർഡ് കിട്ടി. അവാർഡ് എന്നുള്ള വാക്കിനൊരർത്ഥം നമ്മൾ ഇന്നവരെ അറിഞ്ഞിട്ടില്ല. ഒരു അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു പറയുന്നു. ഞാൻ ഇവിടെ നിന്നൊരു റെൻറ്റിന് കാർ എടുത്ത് അച്ഛനെയൊക്കെ വിളിച്ചു, എന്ത് കാര്യം ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചിട്ടുണ്ട്, അച്ഛനും അമ്മയും. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അബീക്കയും ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് തരുന്നത്. KPSC ചേച്ചി ഒക്കെയാണ് എനിക്ക് പ്രൈസ് തന്നത്. ആ ഫോട്ടോ ഒക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? ആ ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അബീക്ക KPSC എല്ലാം സ്റ്റേജിൽ നിൽക്കും. ആദ്യമായിട്ട് കാണുക. അച്ഛനുമായിട്ട് ചെല്ലുന്നു. മോൻ അവാർഡ് വാങ്ങിക്കുന്ന സീൻ അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും ഞങ്ങൾ 4 പേരുണ്ട്. ഇതിൽ ആരാണ് കൂടുതലും എക്സൈറ്റഡ് ആവുന്നത്, അമ്മയാണോ അച്ഛനാണോ? 3 പേരും. സൂപ്പർ എക്സൈറ്റഡ് ആണ്. പിന്നെ അതിപ്പം വൈഫൊക്കെ ആയതിനു ശേഷം വൈഫൊക്കെ ഇത് തന്നെ. അതെ, നമ്മളെ കുട്ടിക്കാലമാണല്ലോ. കാരണം ഒരു മകൻ കലാകാരനാവണം. അപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കും എല്ലാം കഴിയുന്നതിൻ്റെ ഇടയിൽ, കാരണം വലിയൊരു സെറ്റപ്പ് ഫാമിലിയോ ഇല്ലെങ്കിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ഉള്ള ഫാമിലിയോ അത്യാവശ്യം ഡെയിലി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന അച്ഛൻ്റെ മകൻ, അച്ഛനിലെ കലാകാരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ, എന്നും അതവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? അതിൻ്റെ ഇടയിൽ അച്ഛനെ ആരാധനയോടുകൂടി അച്ഛനിലെ ഹീറോയെ കണ്ട് മകൻ വളരുന്നു. അച്ഛനെപ്പോലെ എനിക്കും പെർഫോം ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം. ശരിയല്ലേ? അങ്ങനെ ഓരോ വേദിയിലും മകൻ ചെന്ന് പെർഫോം ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ അച്ഛൻ ഇന്നും, എനിക്ക് തോന്നുന്നു എന്നും വളരെ കൗതുകത്തോടുകൂടിയും വളരെ അതിശയത്തോടുകൂടിയും വളരെ വാത്സല്യത്തോടുകൂടിയും കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ്റെ പെർഫോമൻസസ്. അവാർഡ് വാങ്ങിക്കാൻ പോവാണ്. അവാർഡ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വന്തമാക്കുന്നു. റെൻ്റ് കാറിൽ ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്ത് ചെന്ന് സുമേഷ് എന്ന് പറയുന്ന വ്യക്തിത്വം ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് അബിയുടെ നിന്നും ചേച്ചിയുടെ നിന്നും KPSC ചേച്ചിയുടെ നിന്നും റിസീവ് ചെയ്യുന്നു. വാട്ട് എ മൊമെൻറ്റ്. അച്ഛൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്നും നമുക്ക് അന്നേരം അറിയില്ല. അച്ഛനൊക്കെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എനിക്ക് പേടിയുള്ള ഒരാളായിരുന്നു. അച്ഛൻ വില്ലടിച്ചമ്പാട്ടെന്ന് പറയുന്ന ആ പരിപാടി നിന്നുപോയി. അതിനകത്ത് കൊമേഡിയനായിരുന്നു. എല്ലാ രീതിക്കും പാട്ട് പാടും, ഡാൻസ് കളിക്കും, കോമഡി ചെയ്യുന്ന ഒരാളായിരുന്നു അച്ഛൻ. പക്ഷേ അച്ഛനെയൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷേ അച്ഛൻ അകമൊഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ വിദ്യാഭ്യാസത്തെയൊക്കെ കൂടുതൽ എന്നെ ഒരു കലാകാരനും ഒരു സിനിമാക്കാരനും ആക്കാനായിട്ട് ആദ്യമേ ഒരു തീരുമാനം എടുത്ത ആളായിരിക്കാം എൻ്റെ അച്ഛൻ. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ വേറൊന്നും പഠിക്കാൻ പോകാതിരുന്നപ്പം ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു ഓഫീസിൽ 1000 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് എന്നെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് തന്നു. എന്നിട്ട് പിന്നെ ഞാനൊരു 3 വർഷത്തോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സ്ഥലങ്ങളിൽ, അതാ ഞാൻ പറഞ്ഞത്, ഈ യാത്രകളെല്ലാം പൂർവികർ പോയ യാത്രകൾ തന്നെ പോയത്, അതറിയാതെ പോയത്, അതിലൂടെ പോകണമെന്നോർത്ത് പോയതല്ല, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. 8ഓളം സിനിമകൾ ചുമ്മാ ഒരാൾക്കൂട്ടത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. ഇപ്പോഴും ആ പടങ്ങളൊന്നും എടുത്താൽ ഞാനില്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു ബാഗുമായിട്ട് അങ്ങ് പോവുക. കൂട്ട്, ഉദയം, ചെറിയ ചെറിയ പടങ്ങളായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ വിസ്മയത്തുമ്പത്ത് ലാലേട്ടൻ്റെ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന പടം തന്നെ ഇതിനകത്തായിരിക്കും ആദ്യം പറയണത്. ആദ്യമായിട്ട് ചെയ്യുന്നത് ലാലേട്ടൻ്റെ പടത്തിലാണ്. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത് നിൽക്കുന്നത് ലാലേട്ടൻ്റെ പടത്തിലാണ്. ആദ്യമായിട്ട് ഞാൻ എന്താ പറയുക, എന്നെ കാണുന്നത് ഹരിഹരൻപിള്ള ഹാപ്പിയാണെന്ന് പറഞ്ഞ സിനിമയിലാണ് എന്നെ സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് കാണുന്നത്. അതിന് മുമ്പ് കുറേ സിനിമകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ എന്താ പറയുക കുറേ സിനിമകളൊക്കെ പോയി. പക്ഷേ നമ്മൾ അങ്ങനെ അങ്ങ് വരുന്നില്ല. ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ചാനലൊക്കെ ആരംഭിച്ചു. ഈ പറയുന്ന പോലെ കോമഡി ഷോസ്, വോഡാഫോൺ കോമഡി സ്റ്റാർ, മിന്നും താരം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളൊക്കെ. അപ്പം ഞാൻ അതിലേക്കൊന്ന് തിരിഞ്ഞു. അപ്പോൾ എന്നെ ഒരു
നമ്മുടെ പാഷാണൻ സായിച്ചേട്ടൻ എന്നെ വിളിച്ചിട്ട് മനോരമയിലെ കോമഡി ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഒരു ചെറിയ ടീമുണ്ട്. ആ ടീമിൽ എന്നെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് എന്നെ ഉൾപ്പെടുത്തി. അങ്ങനെ അവിടുന്ന് ചാനലിലേക്ക് ചെല്ലുകയും ആദ്യത്തെ സ്കിറ്റിൽ തന്നെ ഒരു മേക്കപ്പ് മാനായിട്ട് ഞാൻ ചെയ്യണം. ഒരു കല്യാണ വീട്ടിലെ മേക്കപ്പ് മാനായിട്ട് ചെറുക്കനെ ഒരുക്കണം. അതിനകത്ത് തന്നെ ബെസ്റ്റ് കൊമേഡിയനുള്ളൊരു ഇത് കിട്ടി ഫസ്റ്റ് സ്കിറ്റിൽ. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളായി നിന്ന് തുടക്ക കാലഘട്ടങ്ങളിൽ അഭിനയിക്കുന്നു. അതുകൊണ്ടല്ല ഞാനൊരു പോയിട്ട് ബസ്സിൽ ഇറങ്ങും തിരിച്ച് നാട്ടിൽ ഈ പഴന്തോട്ടത്ത് ജംഗ്ഷനിൽ ബസ്സിൽ ഇറങ്ങുമ്പോൾ ബാഗായിട്ട് ഇറങ്ങണം. അപ്പം എന്നോട് ചോദിക്കും ഏത് പടമാണെന്ന്. കാരണം ഇവിടെ അച്ഛനൊക്കെ പബ്ലിസിറ്റിയാ, അവൻ അഭിനയിക്കാൻ പോയേക്കുക. അച്ഛൻ അറിയാവുന്നവരെല്ലാവരോടും പറയും, പണിക്കാരോടൊക്കെ കൂടെയുള്ള പണിക്കാരോടൊക്കെ പറയും ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ പോയേക്കുക. അവനിപ്പം മദ്രാസിലോ ഇവിടുന്ന് എറണാകുളത്ത് എടപ്പള്ളിയിൽ ചക്കീസ് എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ താമസിക്കും. അവിടെ നിന്നാണ് പറക്കിക്കൊണ്ട് ഞങ്ങളെ കൊണ്ട് പോകുന്നു ട്രെയിൻ കയറിയും എങ്ങനെയൊക്കെ ആയിട്ട്. നാട്ടിൽ ചെല്ലുമ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കും ഏത് പടമായിരുന്നു. അപ്പോഴേ സിനിമക്കാരനാവുക നമ്മൾ. ഒരു പടത്തിൽ മുഖം കാണിച്ചിട്ടില്ല, പക്ഷെ നാട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ അഭിനയിച്ചിട്ട് വരുന്ന പോലെ. അന്നേ ഞാൻ അവിടുത്തെ ഒരു ചെറിയൊരു കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എന്നൊക്കെ പറയുന്ന പോലെ. സുമേഷ് എന്നും സുമേഷിനെ ഞാൻ കണ്ട നാൾ മുതൽ സുമേഷിൻ്റെ മുഖത്ത് സൗമ്യമായ ഒരു ചിരിയുണ്ട്. പക്ഷെ അത് കണ്ണുകളിൽ വലുതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാറില്ല. ഒന്നത് കാരണം കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ. സുമേഷ് ആ ചിരിയുടെ പിറകിൽ ഒതുക്കുന്ന സുമേഷിൻ്റെതായ ചിന്തകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സുമേഷിനെ ഈ വേദിയിലേക്ക് വിളിക്കാൻ റീസണും സുമേഷിലെ കലാകാരനെയും ആ കലാകാരനിലെ ആത്മാർത്ഥതയും ഞാൻ ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കിയതുകൊണ്ടാണ്. സുമേഷ് ഇത്രയും വലിയൊരു അച്ഛൻ്റെ മകൻ ഹൃദയം കൊണ്ട് ഒരുപാട് സിനിമകളിൽ ചെന്ന് നിന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ട് പോയി കൂട്ടത്തിലൊക്കെ നിൽക്കുമ്പോഴും ലാലേട്ടൻ ഫ്രണ്ടിൽ കൂടെ ഒക്കെ നടന്നൊക്കെ പോകുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ കൂടെ നിൽക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് സുമേഷിനെ എവിടെ നിന്നാണ് കിട്ടിയത്? അത് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നാട്ടിൽ നിന്നും വേറെ അന്നേരം ഒന്നും കണക്ഷൻസ് ഇല്ല. വേറെ ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് ഞാൻ എങ്ങനെ എത്തും, അല്ലെങ്കിൽ സിനിമ എങ്ങനെ നമുക്ക് എങ്ങനെ അതിനകത്തേക്ക് കയറാൻ പറ്റും. പിന്നെ പണ്ട് പത്രത്തിലൊക്കെ ഒരു പരസ്യം കാണും, സ്ക്രീൻ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊരു വെട്ടിപ്പ് തട്ടിപ്പ്. അന്ന് തൊട്ടേ എൻ്റെ ചേട്ടൻ, ഞാനത് നോക്കാറില്ല, ഇവൻ നോക്കിയിട്ട് ഇവനത് പോസ്റ്റ് ചെയ്യും, തിരിച്ച് വിളിക്കും, വേറെ കാർഡ് വരും, ലെറ്റർ വന്നിട്ട് പിന്നെ എന്നോട് പോലും പറയാതെ അന്ന് പോലെ തുടങ്ങിയ പുള്ളിപ്പണി. എന്നിട്ട് ഞങ്ങൾ ഗുരുവായൂർ, തൃശ്ശൂർ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ ഏറ്റവും കോൺഫിഡൻറ്റും എൻ്റെ ധൈര്യം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നും ഈ പറയുന്ന നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ കിട്ടിയ എൻ്റെ ജ്യേഷ്ഠനും ഒക്കെയാണ്. അവിടെ ചെന്ന് എന്താ പറയുക, അവിടെ ചെന്ന് മിമിക്രി നമ്മൾ ചെയ്തതും ഒക്കെ കാണിക്കും. അവർക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും, കുറേ പേര് ക്യാമറ കാണും, ലൈറ്റ് കാണും. ഞാനും പോയിട്ടുണ്ട്. 300 രൂപ കണ്ട അന്ന് ഇതിന്. അതെ അതെ അതെ, പ്രത്യേകിച്ച് വിളിക്കത്തതുമില്ല, ഒന്നുമില്ല. ഒരു 10-15 പേര് നമ്മളെ പോലെ തന്നെ പെടാറുമുണ്ട്. അതെ അതെ. യു ആർ ലിസണിങ് ടു ഷൈൻ വിത്ത് ദളൻ. ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ ജീവിതം, അസാധാരണമായ കോൺഫിഡൻസ്, ആ കോൺഫിഡൻസിൻ്റെ സ്റ്റോറീസ് നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സുമേഷ് ചന്ദ്രൻ. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ഷൈൻ വിത്ത് ദളൻ. യു ആർ ഇൻ കോൺവെർസേഷൻ വിത്ത് സുമേഷ് ചന്ദ്രൻ. അസാധാരണമായ കഥകൾ കേട്ട് വീണ്ടും നമുക്ക് ഈ ജേണി കണ്ടിന്യൂ ചെയ്യാം. അപ്പം കുട്ടിക്കാലം 10ാം ക്ലാസ് വരെ ഒരു 3 പ്രണയം അല്ലേ? അല്ല, കലാകാരന്മാർക്ക് എന്നും ഫാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ പ്രണയം കലാഭവനിൽ വരുമ്പോൾ ബ്രേക്ക് ആവുന്നു. പിന്നെ കലാഭവനിൽ പ്രണയം, പിന്നെ അത് സിനിമ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ കലയുമായിട്ടുള്ള പ്രണയമാണ്. ഞാൻ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? ഞാൻ 10ാം ക്ലാസ്സിൽ ഉൾപ്പെടെയുള്ള ഒരു 3 പ്രണയം എന്ന് പറയുമ്പോൾ പേടിച്ചു. നിന്നെ കാണുമ്പോഴേ അറിയാം ഈ പറഞ്ഞ കണക്ക് ലൈനടിയോട് ലൈനടി ആയിരുന്നു. ഇനി പെണ്ണുമ്പിള്ളയുടെ പേരെന്താന്ന് പറഞ്ഞാൽ ബിബി. അതെങ്ങനെ വളച്ചത്? അത് ഇങ്ങനെ വളച്ചതല്ല, അത് വളഞ്ഞതാ. ഇതുപോലെ തന്നെ ഞാൻ ഒരു ക്യാമ്പിന് പോയതാ കോട്ടയത്ത്. അപ്പോൾ അവിടെ ഞാൻ പോയി ഒരു റിഹേഴ്സൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവരുടെ വീടാണ്. പിന്നെ അവിടുത്തെ ഒരു കലാലയം ഉണ്ട്, അവിടെ ഡാൻസ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മക്കള് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കൊച്ചുങ്ങളെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ അവിടെ ഓൾറെഡി വലിയ കലാകാരന്മാരാണ്. പഠിക്കാൻ വരുന്നത് നമ്മൾ ട്രൂപ്പിൽ വർക്ക് ചെയ്യാൻ വന്നേക്കൂടാ ഒക്കെ കാണുകയും. പിന്നെ ഞാൻ ഭയങ്കര ഗ്ലാമറായിരുന്നു, അതീവ സൗന്ദര്യത്തിൽ വീണുപോയി. സത്യസന്ധമായ കാര്യം ഇനി ചോദിക്കുമ്പോൾ അറിയാം. അടുത്ത എപ്പിസോഡിൽ ഇദ്ദേഹത്തിന് വൈഫിനെ ഇരുത്തുന്നുണ്ട് നമ്മൾ. അങ്ങനെയാണ് ഈ അങ്ങോട്ട് അല്ല, അത് നമ്മൾ ഡിമാൻഡ് ചെയ്യല്ലേ. നമ്മൾ അന്നത്തെ പോലെ എന്താ പറയുക, പുറകടക്കൽ പരിപാടി ഒന്നുമില്ല. നമ്മൾ പിന്നെ റൂട്ട് നമ്മൾ മനസ്സിലായി, നമ്മൾ സ്റ്റാറായി എന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ സ്റ്റാറായി. നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ.
ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഇപ്പം മുകേഷ് ചേട്ടനൊക്കെ പണ്ട് ചില സിനിമകളിലൊക്കെ ജാടയായിട്ടൊക്കെ പോകുമ്പോൾ ജാടയുടെ പുറകെ അയാളെന്താ മൈൻഡ് ചെയ്യാത്തത് എന്നൊരു തോന്നൽ വരുമല്ലോ. ആ ഒരു ബുദ്ധിയിലേക്ക് ആ ട്രാക്കാ പിടിച്ചത്. അങ്ങനെ പിടിച്ചപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നു തുടങ്ങി. പരിപാടി നല്ലതാണ്, പാട്ട് നല്ലതാണ്. പിന്നെ ഞാൻ അന്നേരം സമയത്ത് കൈരളി വി ചാനൽ എന്ന് പറഞ്ഞതിന് അത് ഗാനമേള എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് വേദി കിട്ടിയാലും പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നുള്ളൊരു ഒരു ഹരമായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഞാൻ പാട്ടുകാരനല്ല, പക്ഷേ ഗാനമേള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ലൈവാണ് അത്. അപ്പം ഞാൻ പോയിട്ട് ഈ ലൈവിൽ നമ്മൾ ഒരു 7 മണി രാത്രിയാകുമ്പോൾ ചെന്ന് അവിടെ നിന്ന് ലൈവ് പാടും. ആ സമയത്ത് വീട്ടിലെല്ലാവരും കാണും. ഈ വൈഫിൻ്റെ വീട്ടിലും ഞാൻ വിളിച്ചു പറഞ്ഞൊക്കെ. അപ്പോൾ ആ ഗാനമേള പാട്ട് കുറേ പാടിയിട്ടുണ്ട്. അല്ല അന്ന് പാടിയതൊക്കെ അല്ല ഒരെണ്ണമൊക്കെ ഞാൻ അന്ന് എന്നാലും പെണ്ണുമ്പിളെ വിളിച്ച് കേട്ട് പാടിപ്പിച്ചൊരു പാട്ട് നമ്മളെ ജനങ്ങളൊന്നും അറിഞ്ഞില്ല. ഈ പാട്ട് കേട്ടൊക്കെയാണ് വീണതെന്ന് അറിഞ്ഞിരിക്കാൻ. തമിഴ് പാട്ടൊക്കെ ആയിരുന്നു. തമിഴ് മതി, ഞങ്ങൾക്ക് തമിഴൊക്കെ. എനിക്ക് വരികൾ ഞാൻ പാട്ട് പാടുന്നില്ല, ഇങ്ങനെ പറയാം. ഇപ്പം പാടിയത് മറ്റേ എങ്കേയും എപ്പോതും അത്, പിന്നെ വത്തിക്കുച്ച് വത്തിക്കാതെടാ യാരും വന്ന് അരസല്ല അത്. പിന്നെ എന്നോട് ആകാശവാണിയിലൊക്കെ ചോദിക്കുന്ന പോലെ എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി ഈ പാട്ട് പാടാമോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ടൈമൊക്കെ ആയപ്പം മറ്റേ ചെറിയ റിലയൻസിൻ്റെ ഒക്കെ ഒരു വെള്ള ഫോൺ ഇറങ്ങിയില്ല ആദ്യം, അതിനകത്ത് അതുകൊണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആപ്പിൾ വിഴുകുന്ന പാമ്പ് ഉള്ള മൊബൈൽ ടു 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 അതൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിളിച്ചൊക്കെ പറയും. വിളിച്ചു പറയുമ്പോൾ അങ്ങനെ പാടും. അങ്ങനെ വീട്ടിലൊക്കെ അവരെ വീട്ടിലൊക്കെ എന്നെ പരിചയം ചെയ്ത് തുടങ്ങി. ഞാൻ വലിയ TV സ്റ്റാർ. അന്ന് ടി വിയിലൊന്നും അധികം ഉള്ള ആൾക്കാർ അവർക്കറിയില്ല. എന്നെ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ അങ്ങോട്ട് ഇഷ്ടമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് സ്വന്തമാക്കി എന്ന് പറയാൻ പറ്റില്ല. കിഡ്നാപ്പ് ചെയ്യായിരുന്നു, തന്നില്ല അവർ. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ആണ്. പക്ഷേ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ ചെറിയ തയ്യൽ പരിപാടിയും കാര്യങ്ങളൊക്കെ വെറുതെ ഇരിക്കേണ്ടെന്നുള്ള രീതിയിൽ ആ സമയത്ത് എപ്പോഴും പ്രോഗ്രാമായിരുന്നു എനിക്ക്. മനസ്സിലായി. സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ നേരമില്ല. അതുപോലെ കണ്ണൂർ, കാസർഗോഡ്, അവിടെ നിന്ന് നേരെ തിരുവനന്തപുരം, തൃശ്ശൂർ, അങ്ങനെ പരിപാടിയുടെ ബഹളം. വീട്ടിൽ കയറാൻ നേരമില്ല. അപ്പം ഈ പറയുന്ന പോലെ ഞാൻ ഈ എൻഗേജഡ് ആക്കാൻ വേണ്ടിയിട്ട് തയ്യലും പിന്നെ അതുപോലെ ഒരു മോഡലിംഗ് പരിപാടിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് പിന്നെ ഒരു ഷോപ്പ് ഇപ്പം ഇട്ടു. ഷോപ്പിന്റെ പേര് പിള്ളേരുടെ പേരാ ചിന്നൂസ് കുട്ടൂസ്. എവിടെയാണ്? പഴന്തോട്ട് തന്നെ. മൊത്തം നമ്മുടെ ഇത് അവിടെ തന്നെ. പണിയില്ല. മെട്രോ സിറ്റി ആക്കും ഞങ്ങൾ. കലാകാരന്മാർ അനുഭവിക്കുന്നത് നമ്മളെ മെട്രോ സിറ്റിയാ. നമ്മൾ ഈ കലാകാരന്മാർ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണ് നമ്മളെയും കാത്ത് നമ്മളെയും നോക്കിയിരിക്കും. ഇല്ല ഡോബർമാൻ മാസ്റ്റർ പോരുമെന്ന് പറഞ്ഞു. അവർക്ക് വേറെ ഒരു ചിന്തയില്ലല്ലോ. നമ്മളാണെന്നുണ്ടെങ്കിൽ ഓട്ടത്തോട് ബഹളം, ഫുള്ളി എൻഗേജ്ഡാ. ഒന്ന് വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല. പരാതിയും പരിഭവങ്ങളും ചിലപ്പോൾ തിരിച്ചറിയുമ്പോൾ ഫേസ് ഇത്രയും കാണും. ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ എത്ര വർഷം എടുത്താണ്. കാരണം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതാണ് ഇയാളുടെ ജീവിതം, ഇനി ഇതിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടേ കാര്യം. കാരണം തുടക്ക കാലഘട്ടങ്ങളിൽ ആരാധന മൂത്താണല്ലോ കല്യാണം കഴിക്കുന്നത്. പിന്നെ ഈ ആരാധന മാറുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. നമ്മളെ നോക്കുക, നമ്മളിപ്പോൾ വരും. കാരണം ഇഷ്ടം മൂത്തിരിക്കുക. ഇത് എത്ര വർഷം എടുത്ത് ഒരു കലാകാരനായി കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കാണത്തില്ല, ഇല്ലെങ്കിൽ ചിലപ്പം എനിക്കൊരു നാരങ്ങോടെ ഇട്ട് തരാൻ ചിലപ്പോൾ കാണത്തില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കാലൊന്ന് പിടിച്ചു തരാൻ കാണത്തില്ല, അല്ലെങ്കിൽ മക്കളുടെ പാരൻസ് ടീച്ചേഴ്സ് മീറ്റിങ്ങിന് എത്താൻ പറ്റത്തില്ല. ഇതെല്ലാം സ്വാഭാവികമായും ഒരുപാട് കലയോട് ആർത്തിയുള്ളൊരു മനുഷ്യൻ്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. കലയോട് ഏത് സ്റ്റേജ് കിട്ടിയാലും ത്വരയോടുകൂടി ആക്രാന്തത്തോടുകൂടി ആ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, വെൽ ഫോക്കസ്ഡ് ആണ്. അച്ഛനും ജ്യേഷ്ഠനും അമ്മയും എല്ലാം ഒരു പില്ലേഴ്സ് പോലെ കൂടെ നിൽക്കുകയാണ്. സിനിമയിൽ എത്തിയേ പറ്റൂ. അപ്പോൾ ഈ ജേണിയെ വൈഫ് മനസ്സിലാക്കി, വൈഫ് പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് വീണ്ടും വന്നല്ലേ. അല്ല നമുക്കൊരു ഏത് റൂട്ടോ അത് വിട്ടുകളയുന്നു വിചാരിച്ചു. അപ്പം വീട്ടിൽ കൊണ്ടുവരുന്നു, കിഡ്നാപ്പ് ചെയ്ത് ഞാൻ കൊണ്ടുവന്ന്. പിന്നെ അതുപോലെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞില്ല. അച്ഛനും അമ്മയും ഒന്ന് കുറച്ച് അവർ സ്റ്റക്കായി. അല്ലല്ല ആദ്യം സ്റ്റക്കായി. അതൊരു ചേട്ടൻ കല്യാണം കഴിക്കണേക്ക് മുമ്പ് ഞാൻ കഴിച്ചത്. ആ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തു. ആദ്യം ദേഷ്യം വരില്ലേ, ഇത് എന്താ പറയുക, ഇവർക്ക് വേറെ കല്യാണാലോചനയൊക്കെ വരുന്നത് കണ്ടപ്പം സംഭവം കൈവിട്ട് പോകുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ നമ്മളെ ജാടയൊക്കെ താഴെ വെച്ച് അപ്പൊന്ന് പറഞ്ഞാൽ ചിരിച്ചിരിച്ച് ആവും. അത് വേറെ കേസ്. ഞാൻ ഒറ്റയ്ക്ക് ഒരു KSRTC ബസ്സിലാണ് കിഡ്നാപ്പ് ചെയ്തിട്ട് വന്നത്. ഇല്ല, 4 പെട്ടി ഞാൻ തന്നെ പിടിച്ചത്. എന്നിട്ട് ഇങ്ങനെ KSRTC ബസ്സിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയിൽ നോക്കി ഒന്നും ആരെങ്കിലും വരുന്നുണ്ടോന്ന് പുറകെ അവളെ സുഖമായിട്ട് ഫ്രണ്ടിൽ കൊണ്ടിരുത്തിട്ട്. അപ്പം അങ്ങനെ അത് കൊണ്ടുവന്നു. അച്ഛന് ഈ പറഞ്ഞ പോലെ അവർക്ക് ആർക്കും എതിരുണ്ടായില്ല. അവരെല്ലാവരെയും പറഞ്ഞ ഒറ്റ കാര്യം, നേരത്തെ പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ടൊരു അമ്പലത്തിൽ പോയി അച്ഛനും അമ്മയ്ക്കും ഒക്കെ കാണുക, ഒരു താലികെട്ടും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു. ഞാൻ കെട്ടിയിട്ടാണ് ചെന്നത്. അത് ഭയങ്കര നാട്ടുകാർക്കാണെങ്കിലും ചേട്ടന്മാരൊക്കെ ആണെങ്കിലും ആൾ കൂടി. അന്നത്തെ കാലമൊക്കെ എന്ന് പറഞ്ഞാൽ ഓടി വന്ന്, വലിയ കാലമില്ല, ഞാൻ ചെറുപ്പക്കാരനാണേ,
ആൾക്കാർ എന്ത് കണ്ടാലും അയലോക്കത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് ഓടിക്കൂടുമല്ലോ. ഓടിക്കൂടും. അപ്പോൾ ആളുകൾ മൊത്തം റബ്ബർ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത്, ഇതേതാ പെണ്ണ് എന്നൊക്കെ പരദൂഷണം പറയുന്ന തള്ളച്ചിമാരും അപ്പന്മാരും അപ്പം പോയപ്പോഴേ പണ്ടേ അറിയാം ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരും. കാരണം ഇവിടെ നാട്ടിലില്ലല്ലോ. അന്ന് കൊണ്ടുവന്നപ്പോൾ ഒരു ഇച്ചിരി ഹൈറ്റ് ഉണ്ട്, അവർക്ക് ഇത്തിരി മെലിഞ്ഞിട്ടായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കായിരുന്നു ലേഡി. അപ്പോൾ അസാധ്യ ഗ്ലാമർ എന്ന് പറയാൻ വയ്യ, ഗ്ലാമറായിരുന്നു. ഇപ്പം ഞാൻ വീഴുമല്ലോ. ഈ ആളുകൾക്ക് സംശയം ഉണ്ടായി ഇവള് ഹിന്ദിക്കാരിയാണോ മലയാളിയാണോ എന്നുള്ളത്. പിന്നെന്താ പറയാനാ, നമ്മുടെ കുടുംബവും നാട്ടുകാരൊക്കെ അറിയാലോ, എല്ലാം വളരെ എന്താ പറയുക നയപരമായി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. വീട്ടിൽ നേടിയെല്ലാം വന്നോ പെണ്ണിൻ്റെ വീട്ടിൽ? ഒന്നും വന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് ഇഷ്ടത്തിലുണ്ടായില്ല. ഇപ്പം ആദ്യമുള്ള പണ്ടുള്ള സിസ്റ്റം അങ്ങനെ തന്നെ. ഒരു കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. വീട്ടുകാർ അവരുടെയും ഈ പറഞ്ഞ പോലെ ഒരു സാധാ കുടുംബം, നമ്മുടെയും ഇങ്ങനെയൊക്കെ തന്നെ അങ്ങനെയൊക്കെ പോകുന്നൊരു. ഇപ്പം ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് ഭാര്യ തന്നെ. എപ്പോഴും എനിക്ക് എവിടെയും പോവാം, എന്ത് കാര്യത്തിന് വേണമെങ്കിലും, എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഒരു ഷൂട്ടിനോ കാര്യങ്ങളോ പോയാലും അവളെന്ന് പറയുന്ന ഒരു ധൈര്യത്തെ അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അവൾക്കൊരു അസുഖം വരുമ്പോഴോ ഇങ്ങനെ പരാതികളും പരിഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് മാറിയിട്ടില്ല ഇതുവരെ. കൂടെ ഒന്ന് വിളിക്കാനോ, ഇപ്പോൾ വിളിക്കാതിരിക്കുമ്പോൾ ഒരു 3-4 കോള് നമ്മളെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റാതെ വരുന്നത് ചിലപ്പോൾ ഷൂട്ടിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും സൈലൻ്റ് ആയിരിക്കാം, റേഞ്ചില്ലായിരിക്കാം. നമുക്ക് റേഞ്ച് ഇല്ല. അപ്പോൾ അങ്ങനെ ഉള്ള പരാതികളും കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോഴും നല്ല തുടർച്ചയായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ വലിയ മാറ്റമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതൊക്കെ മാനേജ് പോകുന്നു. നമ്മളാണ് മാറിയത്, നമ്മൾ മാറിയേ പറ്റൂ. അപ്പോൾ കുട്ടികൾ 2 പേര്, അവരൊക്കെ എന്ത് ചെയ്യുന്നു? മോള് 10-ല്, മോൻ 7-ല്. അങ്ങനെ കലാഭവൻ്റെ TV സ്റ്റാർ, കലാഭവൻ്റെ TV സ്റ്റാർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെയാണ് സ്റ്റാർഡത്തിലേക്ക് വരുന്നത്? ഒരു നായക കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണ് വരുന്നത്? ചാനലിൽ വന്നതിന് ശേഷമാണ്. ഞാൻ ആ സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ സമയത്തൊന്നും ഈ പറയുന്ന പോലെ സിനിമയിലേക്കൊന്നും എത്താൻ സാധിച്ചില്ല. പിന്നെയാണ് ഞാൻ ചാനലിലേക്ക് പതുക്കെ വരുന്നത്. ചാനലിലേക്ക് വന്നു. ഈ പറയുന്ന പോലെ ഞങ്ങളൊരു ടീമായി. ആ ടീമിനകത്ത് ഞങ്ങൾ സെക്കൻഡ് പ്രൈസ് അടിച്ചു. സെക്കൻഡ് പ്രൈസ് അടിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. ടീമിൽ 4 പേരിൽ ഒരാൾ പെർഫോം ചെയ്യണം. അതൊക്കെയാണ് ഒരു ലക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റിൽ ഞാനല്ല വരേണ്ടത്, കൂടെയുള്ള 3 പേരിൽ ഒരാളാണ് വരേണ്ടത്. പക്ഷേ ഈ 3 പേരും അന്ന് പ്രോഗ്രാമും കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരുന്നു. ആ മത്സരത്തിൻ്റെ സമയത്ത് അവർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു. വേറൊരു ആർട്ടിസ്റ്റിൻ്റെ അച്ഛനെന്തോ വയ്യായിക കേട്ടുന്നിട്ട് ഇവരെന്തോ, പിന്നെ ഞാൻ മാത്രം എൻ്റെ ടീമിലോടെ ഉള്ളൂ ഇതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത്. അത് ദൈവമായിട്ട് അങ്ങനെ കൊണ്ടുവന്ന പോലെ ആ ഒറ്റയാൾ പോരാട്ടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ചെറിയൊരു കഥ എഴുതുന്നു. എന്നെ സഹായിക്കാൻ ഒരുപാട് പേര്, നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കുറച്ച് പേരുണ്ടായിരുന്നു. ഒരു കള്ളുകൂടിയൻ്റെ കഥാപാത്രത്തെ എടുക്കുന്നു. ആകെ ഉള്ളൊരു കള്ളുകൂടിയൻ്റെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കല്യാണ വീടുകളിൽ ക്ലബ്ബിലൊക്കെ ഈ പറഞ്ഞ പോലെ പാട്ട് പാടുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് പാട്ട് പാടുക എന്ന് പറയും. പള്ളിക്കെട്ട് പാടുകയാണെങ്കിൽ പള്ളിക്കെട്ടിൻ്റെ ഒരു മറ്റേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുക. ശങ്കരാഭരണം പാടുമ്പോൾ SPVയുടെ ശബ്ദത്തിൽ പാടാൻ ശ്രമിക്കുക. ഇമിറ്റേഷൻ, മിമിക്രിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ പാട്ടിലും അങ്ങനെ കൊണ്ടുവന്ന് അതൊരു കഥ പറയാനുണ്ട്. കാരണം സ്റ്റേജ് ഷോകളിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് സ്കിറ്റിന് ഉപരിയായിട്ട് പാട്ടിൽ കോമഡി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതായത് കസ്തൂരി മണക്കുന്നല്ലോ ആ പാട്ട് പാടുമ്പോൾ ജുബയും ഇതൊക്കെ വരച്ചിട്ട് പ്രേം നസീറായിട്ടാണ് ഫിഗർ ചെയ്ത പാട്ട് പാടുന്നത്. ലൈവ് പാട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ പാടുകയും കൂടെ ചെയ്യുമോ? പാടും. പാടണത് ഇങ്ങനെയാണെന്ന് മാത്രം മാറ്റി. നസീറിനെ പിടിക്കും, മാനസമേനെ 3 പേരെ ഉൾപ്പെടുത്തി ഞാൻ ഒരു സാധനം ചെയ്തിട്ടുണ്ട്. മധുസാറ്, സത്യൻ മാഷ്, പ്രേം നസീർ, അങ്ങനെ 3 പേരും ഓരോ ചരണത്തിലും പല്ലവിയിലും ഒക്കെ ആയിട്ട് മാറി അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് മാറും. ഇപ്പം മറ്റേ ഈ ഫിഗർ ഷോ ഒക്കെ വരുന്നില്ലേ, ചെയ്തത് ഒരു പാട്ടിൽ 3 പേര്. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ പാട്ടുകളിലും ഞാനിങ്ങനെ ഫിഗർ കൊണ്ടുവന്ന് തുടങ്ങി. മറ്റേ സത്യൻ മാഷ് കാറ്റേ കാറ്റേ അങ്ങനെയുള്ള സാധനങ്ങൾ പാടാതെ. പിന്നെ അതുപോലെ കസ്തൂരി, ലാലേട്ടൻ്റെ അത് തന്നെ വിഷ്ണു ലോകം ഡുവറ്റായിട്ട് പാടുമ്പോൾ ഞാൻ ലാലേട്ടൻ്റെ ഇതിപ്പോൾ ജപ്പാനിൽ പോയിപ്പം അത് കുറെ ചെയ്തു. അങ്ങനെ ലാലേട്ടൻ്റെ കസ്തൂരി പാടി, ഹിസൈന അബ്ദുള്ളയുടെ ഒരു പാട്ട് പാടി ഇപ്പോഴൊക്കെ മറ്റേ അതുപോലെ തന്നെ തൂബടി മാഷാള്ള ലൈവ് പാടും. അങ്ങനെ എനിക്ക് കാണേണ്ട ഒറ്റയാൾ പോരാട്ടം അതിലേക്ക് വരാനുള്ള കാര്യമാണ്. അപ്പൊ ഈ കള്ളുകൂടിയന്റെ കഥാപാത്രം ഞാനിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് പാട്ട് പാടുന്നത് നീ എറിഞ്ഞോ അതിൽ ലാലേട്ടൻ്റെ പടത്തില്ലേ മേലെ മാനത്ത്, ആ പാട്ട് ഞാൻ പാടുമായിരുന്നു സ്റ്റേജിൽ. അത് കള്ളുകൂടിയനെ നീ എറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്, ആ സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ, നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇത്
കഥാപാത്രമായിട്ട് കള്ളുടിനായിട്ട് മാറിയാണ് പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പാടിക്കൊണ്ടിരുന്നു. ആ സംഭവം പണ്ട് ഒരു കരോക്കെ ഗാനമേള എന്ന് പറയുന്ന സംഭവത്തിലൊക്കെ അപ്പോൾ ഈ മറ്റേ കാസറ്റൊക്കെ പേനയിട്ടിട്ട് റിവൈൻഡ് അടിക്കുന്ന പരിപാടിയിലൊക്കെ ഉള്ള ഞങ്ങൾക്ക് ട്രൂപ്പ് ഉണ്ടായിരുന്നു അന്നേരം, ഞങ്ങളായിട്ട് ഉണ്ടാക്കിയത്. ഒരു ക്ലബ്ബുണ്ട് ഞങ്ങൾക്ക് പ്രതിഭ എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ പ്രൊഫഷണലായിട്ടൊക്കെ സ്റ്റേജിലേക്ക്. അവിടെ പ്രതിഭ ഈ നാദൃശ്യൊക്കെ കാണാറുണ്ടോ? നാദൃശ്യൊക്കെ കാണാറുണ്ട്. പിന്നെ അവരും ഒരു ട്രൂപ്പായിട്ട് ഇങ്ങനെ പോവാണല്ലോ. ഈ മിമിക്സ് ഗാനമേള വരുന്നത്. മിമിക്സ് ഗാനമേള അതിലും പാടിയിട്ടുണ്ട് അല്ലേ? കൊണ്ട് തന്നെ മൃദംഗവും പാട്ടും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല. ഞാൻ അതിനകത്ത് പാടിയിട്ടുണ്ട് ഭക്തിഗാനവും. പിന്നെ മൂലയ്ക്ക് കൊണ്ട് നിർത്തി ട്രെയിൻ പോകുന്നതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അല്ല, അതൊന്ന് മറ്റത് നമുക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി അന്ന് ചെയ്യിപ്പിച്ചതല്ല, ചെയ്തു പോയതാ. അല്ലാതെ വേറെ സാധനങ്ങളൊന്നും എനിക്കറിയാം. അഭിനയം അതാണ് നമ്മുടെ ഇതുള്ളൂ. ഞാൻ ചോദിച്ചത് കാരണം മിമിക്സ് ഗാനമേളയാണ് പിന്നെ ട്രെൻഡിങ് ആവുന്നത്. അതെ. അപ്പൊ മിമിക്സ് ഗാനമേള ട്രെൻഡിങ് ആവുന്ന സമയത്താണ് നാദൃശ്യൊക്കെ സ്റ്റാർട്ടപ്പിലേക്ക് കയറുന്നത്. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ക്ലബിൽ നിന്നൊക്കെ കിട്ടിയ സാധനം ഞാൻ അങ്ങനെ കള്ളുടിയൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഇങ്ങനെ വെച്ചേക്കണായതുകൊണ്ട് പിന്നെ സ്റ്റേജിൽ വന്നപ്പം പാട്ട് പാടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇൻട്രാക്ഷൻ തുടങ്ങി ചെറുതായിട്ട്. അപ്പോൾ സ്കിറ്റ് കളിക്കാനൊന്നുമില്ല, ഓരോ ആളുകളായിട്ട് ഈ പാട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഓഡിയൻസിലേക്ക് ഇറങ്ങിയിട്ട് ചുമ്മാ ജസ്റ്റ് ഒരു നമ്പറുകളൊക്കെ കള്ളുടിനായിട്ട് നമ്പറുകളൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് 1-2 ഡയലോഗ് പറഞ്ഞിട്ട് കയറി പാട്ട് പാടും, അത്രേ ഉള്ളൂ. അതെ. പിന്നെ ഇതിങ്ങനെ കൂടി ഈ കള്ളുടിൻ്റെ കഥാപാത്രം ആൾക്കാരായിട്ട് ഇൻട്രാക്ഷൻ കൂടി പാട്ടിലെ ക്ലൈമാക്സിലേക്കായി. അങ്ങനെ പിന്നെ ഈ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉൾപ്പെടുത്തി ഞാനത് വൺ മാൻ ഷോ ആക്കി എടുത്തു അത് ഈ കള്ളുടിൻ്റെ കഥാപാത്രം. അപ്പോൾ ഈ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറുതായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യേണ്ട സമയത്താണ് ഞാൻ ഈ ഇതിനകത്ത് ഒറ്റയാൾ പോരാട്ടം ചെയ്യണത്. ഈ ഒറ്റയാൾ പോരാട്ടം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് ഈ സ്റ്റേജിലെ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവം. പേടിയില്ല, പക്ഷെ സ്ക്രിപ്റ്റ് വേണമല്ലോ. എനിക്കപ്പോൾ ആ സെൻസ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുന്ന പോലെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അപ്പോൾ എല്ലാവരും വന്ന് എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതി പെട്ടെന്ന് പറഞ്ഞിട്ട് കയറി. 13 പേര് കയറിയതിൽ 13ാമതാണ് ഞാൻ കയറുന്നത്. വെളുപ്പിന് 2 മണിക്കാണ് ഷൂട്ടിന് ഫ്ലോറിൽ കയറുന്നത്. ഞാൻ ഒളിച്ചിരുന്നു, കയറണോ വേണ്ട, ഇല്ലെങ്കിൽ ഇത്ര സമയമായില്ല പോട്ടെ എന്നോർത്ത് നേരെ ഇവർ പിടിച്ചുകൊണ്ടത്. അന്നത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ആയിട്ടിരുന്നത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് കളിയാക്കാനും ഇതൊക്കെ നമ്മളെ ഇത് ചെയ്യാനൊക്കെ. അപ്പം നമുക്ക് ഒരു നാണവും എന്താവും ചമ്മലും ഒന്നുമില്ല, ആരുമില്ല. നമ്മളെല്ലാം ഒരു ഫ്ലെക്സും അയ്യപ്പ ബൈജു വന്നിട്ടുണ്ടോ? ഉണ്ട്. അതിനൊക്കെ ശേഷം ഞാൻ വരുന്നത്. അല്ല, ഞാൻ എക്സ്പീരിയൻസ്ഡ് അല്ല കള്ളുടിയനിൽ. ആ പാട്ട് പാടുന്നല്ലാതെ നമ്മൾ ട്രൈ അടിക്കാൻ പോവാ. അതെ. അങ്ങനെ ഞാൻ കയറി വന്നു. ഒരു വീട് മാറി കയറുന്നൊരു സംഭവം, ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ വെച്ചു. അവിടെ നിന്നൊരു സാധനം റെക്കോർഡിങ്ങിലൊരു നമ്മുടെ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനുണ്ട്, അകത്ത് നിന്നുണ്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പോലെ 2-3 ഡയലോഗുകൾ വെച്ചു. പിന്നെ മുഴുവൻ ഉർവശി ചേച്ചിയും നമ്മുടെ മരിച്ചുപോയ സിദ്ദിഖ് സാറും പക്രുച്ചേട്ടനുമായിരുന്നു ജഡ്ജ്. പ്രോഗ്രാം കോമഡി ഫെസ്റ്റിവൽ. അതിനകത്ത് ആ ഒറ്റയാൾ പോരാട്ടം എന്ന് പറയുന്നത് കയറി അങ്ങ് ചെന്നു. ആ പാട്ട് പാടി ഞാൻ കയറി. ആ പാട്ട് അങ്ങ് പാടി കയറിയപ്പോഴത്തേക്കും ഒരു കോൺഫിഡൻ്റ് ആയി. പല്ലവി മാത്രം പാടാൻ വേണ്ടി കയറിയിട്ട് ആ പാട്ടങ്ങ് ട്രാക്കിട്ട് പാടിയതുകൊണ്ട് അവർ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാവരും കയ്യൊക്കെ അടിച്ചാറുണ്ട്. ഇത് മേളിൽ അവർ കൺസോളിൽ നിന്ന് അവർ ഓഫ് ചെയ്യണില്ല, ഫുള്ളങ്ങ് ഇട്ടു. ഫുള്ളായി ഇട്ടപ്പോൾ ഞാനങ്ങ് എനർജിയായി. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ പാട്ട് മാത്രം. അങ്ങനെ എനർജി ആയിട്ട് പിന്നെ ഓരോ ചോദ്യങ്ങൾക്ക് കുറിക്ക് മറുപടികൾ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങോട്ട് ഉറച്ചിച്ച് ചോദിക്കും, നിങ്ങൾ എന്തിനാ കള്ളു കുടിക്കണേ, അങ്ങനെ കണ്ടറിയാം. നല്ല ഇതായിരുന്നു. ആ ഒറ്റയാൾ പോരാട്ടം വളരെ ഹിറ്റായിട്ടുള്ളൊരു പരിപാടിയാണ്. അതിനകത്ത് എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യൊക്കെ അടിച്ച് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഈ പറഞ്ഞ സ്കൂളിലെ 3ാം ക്ലാസ്സിൽ നിന്ന് ആദ്യമായിട്ട് കൈയടി കിട്ടിയതിനെ അതുപോലെ തന്നെ ഒരു ഇതായിരുന്നു. അതിന് ശേഷമാണ് സിദ്ദിഖ് സാറിൻ്റെ ഭാസ്കർ ദി റാസ്കൽ എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് എനിക്കൊരു ഡയലോഗുള്ളൊരു വേഷം ലഭിക്കുന്നത്. മമ്മൂക്കയുടെ പടം. അതിനകത്ത് ഒരു കള്ളുടിയും തന്നെ ഒരു ആംബുലൻസ് സീനിൽ മമ്മൂക്ക അങ്ങനെ ചോദിക്കുന്നത്, മമ്മൂക്കയായിട്ട് ചെറിയൊരു കോമ്പിനേഷൻ സീൻ, ഷാജോൻ ചേട്ടൻ, ഞാൻ ഹരിശേഷൻ ചേട്ടനൊക്കെ ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ സീൻ. പറന്നു വരുമെന്ന് പറഞ്ഞിട്ട് അതെ ആംബുലൻസിൽ പോകണം. അപ്പം അത് ആ ഒരു ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ ഇഷ്ടപ്പെട്ടിട്ടാണ് സിദ്ദിഖ് സാർ ആദ്യമായിട്ടൊരു അത്രയും നാൾ സിനിമയുടെ പുറകെ നടന്നിട്ട് ഒരു ഡയലോഗ് പറയുന്നത് ഈ സിനിമയിലാണ്. അതിനകത്ത് വന്നു. പിന്നെ കണക്ഷൻസ് എല്ലാവരും ഒക്കെ പരിചയമായി. പിന്നെ സിനിമ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇങ്ങനെ ചെയ്ത് ഓരോ ചെറിയ സിനിമകളിലും വലിയ സിനിമകളിലൊക്കെ ആയിട്ട് കുറേ സിനിമകൾ, ഒത്തിരി ഇല്ല എന്നാലും കുറച്ച് സിനിമകൾ അങ്ങനെ അഭിനയിച്ചു. ചെറിയ ഡയലോഗുകളാക്കി തുടങ്ങി. അങ്ങനെ പോയി. ഈ ഭാസ്കർ ദി റാസ്കലിനകത്ത് ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നു മമ്മൂക്ക ജീവിതത്തെ ആദ്യമായിട്ട് കാണുന്നു. അതും ഭയങ്കര ഇതായിരുന്നു. മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയില്ലേ ലാലേട്ടൻ സിമ്പിളല്ലേ, മമ്മൂക്ക ഭയങ്കര ദേഷ്യക്കാരനാണ്, അങ്ങനെയാണല്ലോ പൊതുവെ എങ്ങനെ പറയാം. അപ്പോൾ അതൊക്കെ അന്നും നമ്മുടെ മനസ്സിലൊക്കെ കയറിയേക്കണ ഒരു ഇഞ്ചക്ഷനാണത്. ഇപ്പോൾ സിദ്ദിഖ് സാർ എന്നോട് ചോദിച്ചു, സുമേഷിന് പേടിയുണ്ടോ മമ്മൂക്കേനെ, പേടിയുണ്ടോ എന്ന് ചോദിച്ചു. പേടി എല്ലാവർക്കും ഉള്ള പോലെ ഉണ്ട്. അപ്പോൾ
എന്തിനു പേടിക്കണം? നേരത്തെ ആ സൗണ്ട് സിദ്ദിഖ് സാർ എന്തിനു പേടിക്കണം? ഇക്ക വളരെ സിമ്പിളായിട്ടുള്ള ആളല്ലേ, ഇക്ക അങ്ങനെ നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുക. ഈ ക്യാമറ വെച്ചിട്ട് മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സാർ ഇരിക്കുന്നു, ഞാനിങ്ങനെ നിന്ന് സംസാരിക്കുക. മമ്മൂക്ക ഒരു കുടയിൽ അങ്ങ് അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് ഇങ്ങ് വരിക. അതേ സിദ്ദിഖ് സാർ ഒറ്റ എണീക്ക് എന്തിനു പേടിക്കണം എന്ന് ചോദിച്ചിട്ടേ. അപ്പം അദ്ദേഹം വരെ അത്ര പേടിച്ചു, ഞാൻ അവിടെ നിന്ന് ഓടണ്ടേ. ഞാൻ പിന്നെ ആ സീനിലേക്ക് വരുന്നേ ഉള്ളൂ. ഇപ്പം കുറച്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ആ ഡയലോഗ് തെറ്റിച്ചാൽ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ പേടിച്ചിട്ട് വിശർത്ത് പഠിക്കുക അവരുടെ ബസ്സിൻ്റെയൊക്കെ തണലിൽ. പക്ഷെ എന്നാലും തെറ്റും ഉറപ്പാണ്. മമ്മൂക്ക ഫ്രണ്ടിൽ കയറുന്നു, ഞങ്ങൾ ആംബുലൻസിൻ്റെ അകത്തൊരു സീനുണ്ട്, ഇതെന്ത് പറ്റിയാന്ന് ചോദിക്കണം. ആ ഡയലോഗാണ് ഞാനോട് പഠിക്കേണ്ടത്. അപ്പം മമ്മൂക്ക ഉണ്ടെന്ന് എൻ്റെ വിചാരം. പക്ഷേ ആദ്യം മമ്മൂക്ക ഉണ്ടായിരുന്നില്ല. അവർ എന്ത് ഷാജൻ ചേട്ടൻ ചോദിക്കും, പരശേഷൻ ചേട്ടൻ ചോദിക്കും, അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. വണ്ടി കൊണ്ട് നിർത്തി ഈ ഡോർ ഇങ്ങനെ മറ്റേ ട്രാവലറിൻ്റെ ഡോർ ബാക്കിലെ ഡബിൾ ഡോർ ഇങ്ങനെ തുറക്കുകയും ഒരു നീല ഷർട്ടും വെള്ളമുണ്ടും കൂളിംഗ് ഗ്ലാസും വെച്ചൊരു മനുഷ്യനിങ്ങനെ നിൽക്കുന്നു. ഞാനാ തുറക്കണേ. ഇപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. എത്ര വയസ്സ് വേണം? പൈസ ഇല്ല, ശബ്ദമേ ഇല്ല. എന്തോ പറയാ, എന്തോ പറ്റിയാ അതെന്തോ ചോദിച്ചപ്പോൾ ഞാൻ ആക്ഷനിലൂടെ അളിയൻ മരിച്ചു പോയെന്നുള്ള ആക്ഷനിൽ കിട്ടി. അപ്പൊ സിദ്ദിഖ് സാറ് പറഞ്ഞു അത് മതി. ആകെ ഉണ്ടായിരുന്ന ഡയലോഗും ആക്ഷനിലൂടെ പോയി പേടിച്ചിട്ട്. കാരണം ഹരിശ്രേഷനൊക്കെ സെറ്റിൽ ഭയങ്കര സീരിയസ് ആണ്. അതെ അതെ, കാണുന്ന കോമഡി ഒന്നും സെറ്റിലില്ലല്ലോ. കയ്യിൽ നിന്ന് പോയി. ഷാജാനോട് അന്നേ ചോദിക്കും, മമ്മൂക്ക അങ്ങനെ വല്ല കുഴപ്പം. അപ്പം എനിക്കറിയില്ല മമ്മൂക്ക ഇങ്ങനെ ഒരു സീനിൽ എൻ്റെ അടുത്ത് വരും എന്നുള്ളത്. അതൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ നിന്ന് തുടങ്ങി ആ ജേണി. ഈ പടം ഇറങ്ങുന്നു, റിലീസാവുന്നു. അതെ അതെ, അച്ഛൻ്റെ അടുത്തൊക്കെ ചെന്ന് മമ്മൂക്ക, കാരണം അവിടെ ആണല്ലോ ഈ അച്ഛനും ചേട്ടനും ആണല്ലോ കാത്തിരിക്കുന്നത്. അമ്മയും ഭാര്യയുണ്ട്, കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീനെ പറ്റി പറഞ്ഞിട്ട് സ്ക്രീനിൽ ആദ്യമായിട്ട് കാണാൻ പോവാ. ഫാമിലി ആയിട്ടാണോ? അതെ അതെ. പിന്നെ ആ മുഹൂർത്തം അങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ പടം കാണുകയും പടം കണ്ട് ഇന്റർവെല്ലായപ്പോൾ എനിക്ക് ആ ഒറ്റ സീനുള്ള പടത്തിൽ. അന്നൊക്കെ ഒരു പടത്തിൽ അത്രയും കാണുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ എങ്ങനല്ലേ അത് എന്ന് ചോദിക്കാൻ തുടങ്ങി. ഭയങ്കര സന്തോഷം. എനിക്കറിയണ അച്ഛൻ്റെയും ഒക്കെ ജ്യേഷ്ഠൻ്റെയും മുഖത്തുള്ള ഹാപ്പിയല്ലേ, ഇങ്ങനെ ഇരിക്കുമല്ലേ അവര്. അത് മുഖത്തേക്ക് നോക്കിയാൽ സൈലന്റ് കണ്ടറിയാം. അതെ, ആ സമയത്ത് എന്തായാലും എനിക്കറിയാം സുമേഷ് സ്ക്രീനിലോട്ടല്ല നോക്കുന്നത്. അല്ല, ഒരിക്കലല്ല. അച്ഛൻ്റെ അത് ആ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടാൽ അറിയാം. എന്തോ ഒരു നല്ല ചൂട് കൊണ്ട് നല്ല വെയിലത്തൂടെ നടന്നു വന്ന് ഒരു ക്യൂബ് ഐസ് ഇട്ട് ആരോടാ ഞാനീ പറഞ്ഞ ഒരു ക്യൂബ് ഐസൊക്കെ ഇട്ടിട്ട് ആ വെള്ളം കുടിച്ചിരിക്കുമ്പോൾ ഒരു സുഖമില്ലേ, അതാ മുഖത്ത് നോക്കി അറിയാം. നല്ലൊരു ഇത്രയും നാളുകൾ നടന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞത് കണ്ടിട്ട് കെട്ടിപ്പിടിക്കാല്ല. അച്ഛന് ജീവിതത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും ഒരു ധന്യ മുഹൂർത്തം. എന്നെ ആ 300 അല്ല 1000 രൂപ കൊടുത്ത് എന്നെ മെമ്പർഷിപ്പ് തന്ന് കലാഭവനിൽ കൊണ്ടുവന്നാക്കി. സ്കൂളിൽ നിന്ന് വേറൊരു വിദ്യാഭ്യാസത്തിന് പോകണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിന് പറഞ്ഞു വിട്ട ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പുകളെല്ലാം എന്ത് വേണമെന്നുള്ളത് പിന്നിൽ നിന്ന് അമ്മയിലൂടെയും ഒക്കെ ആലോചിച്ച് ഞാനറിയാതെ ചെയ്യുന്ന ഒരാളാണ് അച്ഛൻ. കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല അച്ഛനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം പേടിയാണ് അച്ഛനെ. ഇതൊക്കെ കൂട്ടുകാരൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുമെങ്കിലും വീട്ടിലൊരു പൗരുഷമാണ്. ജ്യേഷ്ഠൻ എങ്ങനെ റിയാക്ട് ചെയ്യും? എന്താ പറയുക, അവന് അതുപോലെ ഹാപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് അവൻ. അത് പറഞ്ഞറിയിക്കാനോ നമുക്ക് അതങ്ങനെ പറ്റൂല. അവൻ കൈ തരുന്നതിൽ ഒരു ഷെയ്ക്കാനിലുണ്ട്. ഒരു അസാധാരണക്കാരൻ്റെ, ഞാൻ അങ്ങനെ പറയൂ, സാധാരണ കഥയല്ല, ഒരു സാധാരണക്കാരൻ്റെ അസാധാരണ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരാശരി ഒരു നാട്ടിൻപുറത്ത് നിന്നുള്ള യാത്ര, ദൃഢമായ ഡിസിഷൻസ് എടുക്കുന്ന ഒരു അച്ഛൻ്റെ മകൻ, അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിലൂടെ ഇന്നും സഞ്ചരിച്ച് നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യുന്ന സുമേഷ് ചന്ദ്രൻ്റെ കഥകളാണ് ഷൈൻ വിത്ത് നളനിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ ബ്രേക്ക്. Welcome back. You are in conversation with Sumesh Chandran and this is Shine with Nalan. അപ്പോൾ നമുക്കൊരു ടീ കുടിക്കാം. ഇത് കണ്ടോ, എന്ത് ചോദിച്ചാൽ ഷോ ആണോ? അല്ല, ഞാനിത് കണ്ടപ്പം നമ്മളൊരു ഷൂട്ടിങ്ങിലൊക്കെ കൊണ്ടുവന്ന് വെക്കത്തില്ലേ എൻ്റെ പൊന്നുമോനെ, ഇതിനെയാണ് ഞങ്ങൾ ഡിവൈൻ ടീ എന്ന് പറയുന്നത്. ഡിമാൻഡ് ചെയ്താൽ അല്ലേ, ഡിമാൻഡ് ചെയ്താലും കിട്ടാത്ത ടീയാണ്. ഇനിയിപ്പോൾ ഡിമാൻഡ് ചെയ്താലും നിനക്ക് കിട്ടത്തില്ല. എന്ത് കൂടി ഇത് ഞാനേ ഒരു ലിറ്റർ കിട്ടുമെന്നാണോ സ്ഥിരം കേൾക്കുന്ന ചോദ്യം? വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശബരീശ്വര, ഇത് 1 ലിറ്ററായിട്ട് കിട്ടും.
ശബരീഷ് ഇതിൻ്റെയൊക്കെ ആളാ. പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. കേട്ടില്ല ഈ എള്ളുണ്ട ആദ്യമായിട്ടല്ലേ? എല്ലുണ്ട്. മീൻസ് വേറെ ഇത് കണക്കൊരു എള്ളുണ്ട കഴിച്ചിട്ടില്ല. ഇല്ല. അങ്ങനെ യുണീക്ക് എന്ന് പറയുന്നത്, യുണീക്കായിട്ടുള്ള ആൾക്കാരുമായിട്ട് എനിക്ക് സംവാദവും സമ്പർക്കവും ഒക്കെ ഉള്ളത്. താങ്കൾ യുണീക്ക് പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. താങ്ക് യു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ സിനിമ ഭാസ്കർ ദി റാസ്കൽ നയൻതാരയൊക്കെ കണ്ടായിരുന്നു? പിന്നെ കണ്ടില്ല. ആ സീനിലൊന്നും എന്നെ വിളിച്ചില്ല. അതിനകത്ത് മമ്മൂക്കേനെ കാണാൻ പറ്റിയെന്നുള്ള, അതായത് ഈ പറയുന്ന സ്റ്റാർട്ടിങ് ലാലേട്ടൻ്റെ അടുത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്നു, മമ്മൂക്ക അടുത്ത് ആദ്യമായിട്ട് ഡയലോഗ് പറയുന്നു. എല്ലാവരും വലിയ വലിയ നടന്മാരുടെ കൂടെ തന്നെയുള്ള സിനിമകളൊക്കെ കൂടുതൽ ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കുന്നു. പോകേണ്ട വഴിയിലൂടെയാണ് പോയത്, നമ്മൾ അറിയാതെ. അതാ ദൈവാധീനവും അനുഗ്രഹവും ഒക്കെ എല്ലാം ആയിരിക്കാം. ഒന്നിനൊരു തടസ്സങ്ങളോ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുത്തിയിട്ടില്ല. സ്റ്റേജ് ഷോ ഉണ്ട്, സൈഡിൽ ചാനലിന്റെ ചെറിയ വരുമാനമുണ്ട് എന്ന് പറഞ്ഞാൽ വലിയ വരുമാനമൊന്നുമല്ല. ഇപ്പോഴും ആൾക്കാരുണ്ട് ചോദിക്കുന്നുണ്ട്, ഒരു കാറ് മേടിച്ചില്ല ഇതുവരെ, ഒരു നല്ലൊരു കാറ് മേടിക്കാൻ പറ്റും, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യണം. പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് ഈ പറയുന്ന പോലെ ഇങ്ങനെ കുറേ സിനിമകളിൽ വന്ന് ഞാൻ ആദ്യ രാത്രി എന്ന് പറഞ്ഞ ബിജു മേനോൻ ചേട്ടൻ്റെ പടം ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. സുമേഷ്, ഈ പണ്ടൊക്കെ ഈ ഹോട്ടലുകളൊന്നും ഇല്ലല്ലോ വലുതായിട്ട്. മാത്രമല്ല ഹോട്ടലിലെ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര എക്സ്പെൻസീവാണ്. പെട്ടെന്ന് ഒരു ഷൂട്ടിന് ഇറങ്ങുന്നു, അന്ന് അമ്മമാർ ഓടിപ്പോയി ഒരു പൊതി കെട്ടിത്തരും ഉള്ളതൊക്കെ വെച്ച്. അങ്ങനെയുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുറത്തേക്കൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരിപാടിക്ക് പോകുമ്പോൾ, പരിപാടിക്ക് പ്രോഗ്രാമിന് പോകാൻ നേരത്ത് പൊതി കെട്ടിത്തരുന്നതിനേക്കാളും ഉപരിയായിട്ട് ധൃതിപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരും. അതാ ഞാൻ പറഞ്ഞത്. ആ ഒരു ടേസ്റ്റ് ഉച്ചവരെ നിൽക്കും. കാരണം നമുക്ക് പുറത്തു പോയി കഴിക്കാനുള്ളൊരു വരുമാനം ഇല്ല. അന്ന് ഹോട്ടലിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. അതെ. പക്ഷേ ഈ ഷൂട്ടൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ ഈ അമ്മമാരുടെ ഒരു വിസ്മയമുണ്ട്. അടുക്കള പണ്ട് മുതൽ ചോറ് മറ്റേ സ്കൂളിലേക്ക് തന്നുവിടുന്ന പൊതിച്ചോറിൽ മുതലുണ്ടല്ലോ. ട്രെയിൻ യാത്രയ്ക്ക് പോകുമ്പോൾ തരും. മറ്റേ ബസ് യാത്രയാണെങ്കിൽ അങ്ങനെ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഇറങ്ങി എവിടെയും പോയി കഴിക്കണം. ട്രെയിൻ യാത്രയ്ക്ക് വരുമ്പോൾ തരുമ്പോൾ ഈ പറയുന്ന പോലെയാണ് ഈ വാട്ടിയില. എപ്പോഴത് വാട്ടിയെന്നോ അതിന് സമയം കിട്ടിയോന്നോ ഒന്ന് പറയും. ചുട്ട കശുവണ്ടി ഒരു ഇടിച്ച് അതിനകത്ത് ചെറിയ മുളക് കൂട്ടി ഇടിച്ചിട്ടൊക്കെ ഒരു ചമ്മന്തി ആ സൈഡിൽ വെച്ചിട്ടുണ്ടാവും. ടൈം ഇല്ലാത്തതുകൊണ്ട് ആ കല്ലേലിട്ട് ഇടിച്ച് പിന്നെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു സാധനം അവിടെ ബാലൻസ് കിടക്കുന്ന ഉരുളക്കിഴങ്ങും ഈ ചെറിയ ഉള്ളി എന്തെങ്കിലും വെച്ചിട്ട് ചാറ് കറി ഇത്തിരി, അതും വറുത്തരനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അത് വാരി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ സാധനം പൊതിഞ്ഞ് ഇത് ചെയ്തിട്ട് ആ ട്രെയിനിലിരുന്ന് അങ്ങ് തുറക്കുമ്പോൾ ഒരു അമ്മച്ചി ആ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പറഞ്ഞപ്പോൾ ഉണ്ടാക്കി തന്നതും അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ആസ്വദിച്ച് കഴിക്കുന്നത്. ഞാൻ സുമേഷിൻ്റെ ജീവിതം കാണുമ്പം അമ്മ കെട്ടിയ പൊതികൾ അതിൻ്റെ കൂടെ സഞ്ചരിച്ചതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. എല്ലാം നമ്മളത് അത്രയും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സ്നേഹങ്ങളും ഇന്നവരെ കൈവിട്ട് പോയിട്ടില്ല. എല്ലാം നമ്മൾ അനുഭവിച്ച് തന്നെയാണ് പോകണം നല്ല സന്തോഷത്തോടെ. പിന്നെ ഈ പറയുന്ന പോലെ അവസരങ്ങൾ എനിക്ക് തോന്നുന്നത് ഭാസ്കർ ദി റാസ്കൽ കഴിഞ്ഞു പിന്നെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് ഈ കോവിഡ് സമയം വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ആയപ്പോൾ അങ്ങ് മടുത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല. വെറുപ്പിക്കും. അതായത് അത് അനുഭവിച്ചാൽ പറ്റുള്ളൂ. അതും അനുഭവിക്കേണ്ട കാര്യമാണ്. അങ്ങ് മടുത്തിട്ട് നിർത്തിപ്പോവാന്നുള്ളതല്ല. സുമേഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുമേഷ് സന്തോഷം എല്ലായിടത്തും ഷെയർ ചെയ്യുമെങ്കിലും സങ്കടങ്ങൾ പൊതുവെ ആരത്തും ചെന്ന് പറയത്തില്ല. കഴിവതും ഒറ്റയ്ക്ക് കൂടെ ഇരുന്ന് മനസ്സിലാക്കി പിടിക്കുന്ന അല്ലാണ്ട് അതിങ്ങനെ ഇരുന്നങ്ങ് വിഴുങ്ങും, അങ്ങ് അരച്ചങ്ങ് വിഴുങ്ങും സുമേഷ്. ഒരുപാട് സങ്കടങ്ങളെന്ന് പറഞ്ഞാൽ ഈ കലാഫീൽഡിൽ സങ്കടം വന്നാൽ അത് നമുക്കത് പറയാൻ പറ്റാത്തൊരു സങ്കടങ്ങൾ. അതൊക്കെ കാരണം ഇത്രയും നമ്മൾ ദൈവത്തെ പോലെ ആരാധിക്കുന്നൊരു കല, ഈ കലയെ നമ്മൾ ഭദ്രമായിട്ട് ആത്മാർത്ഥത്തോടെ കൊണ്ടു നടക്കുന്നു. കുടുംബം മൊത്തം കൂടെ നിൽക്കുന്നു. കുടുംബം പോറ്റുന്നവരെ കല്യാണം കഴിച്ചിട്ടാണെങ്കിലും ഇതുവരെയാണെങ്കിലും, അതായത് പട്ടിണി വരാതെ ഒരു മുടക്കുകൾ വരാതെ കല അമ്മ നമുക്ക് തരുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് വാവിട്ട് നിലവിളിച്ചിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞ, എനിക്ക് നിലവിളിയല്ല, ഞാൻ ഈ പരാതികൾ പറഞ്ഞിട്ടുണ്ട് സങ്കടത്തോടെ കുറേ ആൾക്കാരോട്. ഈ പറഞ്ഞ പോലെ ആരും എന്നെ സിനിമയിൽ വേറെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല, എൻ്റെ വഴികളെ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് അവസരങ്ങൾ അങ്ങ് വരണ്ടായില്ല. മടുത്ത് വെറുത്ത് കുറേ ജോലികൾക്ക് പോയിട്ടുണ്ട്. ഞാൻ പാൽ സൊസൈറ്റി പോയിട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ ഈ മറ്റേ കെട്ടിട പണിക്ക് പോയിട്ടുണ്ട്. എന്തെങ്കിലും തൊഴിൽ വേണമല്ലോ. അപ്പം ആളുകളുടെ പിന്തിരിപ്പ് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയ തൊല്ലയാണ്, ഇതൊന്നും രക്ഷപ്പെടില്ല, അങ്ങനെ പറഞ്ഞു വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട, അങ്ങനെ പറഞ്ഞ് നമ്മളെ മടിപ്പിക്കുന്നുണ്ടായിരുന്നു. സ്റ്റേജ് ഷോ അപ്പോഴും നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ സിനിമ എന്നുള്ള സംഭവത്തിലേക്ക് ഞാൻ എന്തുകൊണ്ട് എത്തുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയും പിന്നെ ചേട്ടൻപുള്ളി ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഇൻ്റർവ്യൂവിനൊക്കെ പേപ്പറിൽ കട്ട് വരെ അയച്ച് ഇൻ്റർവ്യൂസിന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ആലോചിച്ച് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുറേ പഠിക്ക് പോയിട്ട് പത്രോടാൻ പോയിട്ടുണ്ട്. അങ്ങനെ നടന്ന് മടുത്തു, കുറച്ച് മതിയെന്ന് ആക്കിയ പോലെ ആയി. പക്ഷെ നമ്മൾ മതിയാക്കൂല, നമ്മുടെ ഉള്ളിൽ കിടക്കുക. ഓട്ടോറിക്ഷ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഈ ആൾക്കാരെല്ലാം ഈ നെഗറ്റീവ് പറയടാ, വേറെ വല്ല പണിക്കും ഇത് നടക്കത്തില്ല, എപ്പോഴെങ്കിലും വിട്ട് കളയണം എന്ന് തോന്നി വിഷമിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ
ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഇരിക്കില്ല, ഞാൻ ആരെങ്കിലും ഉണ്ടാവും കൂടെ. അല്ലെങ്കിൽ ഇരുന്ന ഭ്രാന്താവും. ആ ഒറ്റയ്ക്ക് ഇരുന്ന എനിക്ക് കൂടുതൽ ഈ ഇമോഷണൽ കൂടുതലാണ്. പണ്ടൊക്കെ നേരത്തെ ഈ പറഞ്ഞത് ഞാൻ ഇങ്ങനെ മാനത്ത് നോക്കി ദൈവത്തോടൊക്കെ സംസാരിക്കുമായിരുന്നു. അതിങ്ങനെ ഞാൻ എന്താ രക്ഷപ്പെടാത്തത്, ഞാൻ എന്താ ഇങ്ങനെ, ഞാൻ എന്നെ എന്താ ഇങ്ങനെ നോക്കാത്തത്, എനിക്ക് എന്തിനാ ഇപ്പോൾ ഒരു വേദന വന്നാൽ പോലും എനിക്ക് മാത്രമുള്ള വേദനയല്ലേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. ഇത് ഒരുപാട് പേര് എന്നൊക്കെ കൂടുതൽ വേദന അനുഭവിക്കുന്നവരുണ്ടാവാം. ഒരാൾക്ക് ദ്രോഹം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തെറ്റ് അതൊന്നും ചെയ്തിട്ടില്ല, തെറ്റുകൾ ചെയ്തിട്ടില്ല, അങ്ങനെ എങ്ങനെയൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഓരോന്നും പറയും, പിന്നെ എന്തിനാണ് രക്ഷപ്പെടുത്താത്ത, എന്താ എനിക്കൊരു നല്ലൊരു ജീവിതം വേണം, നല്ലൊരു പൈസ ഉണ്ടാവണം, പിന്നെ അതുപോലെ നല്ലൊരു വീട് വെക്കണം. അത് അല്ലേ അച്ഛനാണെങ്കിലും നാളെ പറയുമ്പോൾ എന്നെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനം വരുള്ളൂ. അപ്പോൾ അവസരങ്ങളൊക്കെ കുറഞ്ഞ സമയത്ത് ആളുകളോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ നടക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയും, മനസ്സിൽ പറയും. അതിങ്ങനെ വരുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് കണ്ണിങ്ങനെ നിറയും, അങ്ങനെ ജസ്റ്റൊക്കെ ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞ പോലെ വീട്ടിൽ നിന്നൊക്കെ, എൻ്റെ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴും വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുള്ള സംഭവത്തിൽ ഇനി വേണ്ട മതിയാക്കുക എന്നുള്ള സംഭവത്തിലൊക്കെ നേരത്തെ പണ്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആയി ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സങ്കടങ്ങളിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ ഈ ചെറിയ പടങ്ങളൊക്കെ ചെയ്ത് ഈ ചാനലിൽ വന്നതിന് ശേഷം നമ്മളെല്ലാവരും അറിയാൻ തുടങ്ങി. ഈ സ്റ്റേജ് ഷോകളൊക്കെ ചെയ്ത് ഫ്ലെക്സിലും ടി വിയിലും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇങ്ങനെ ഫെമിലിയറായപ്പോൾ ടി വി സ്റ്റാർ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ അതിൽ നിന്ന് സിനിമ വന്ന് നിൽക്കുമ്പോഴാണ് കോവിഡ് വരുന്നത്. കോവിഡ് സമയത്താണ് ഈ പറയുന്ന പോലെ വെറുതെ ഇരിക്കുന്നു. ചാനൽ പരിപാടി ഫ്ലവേഴ്സിൽ എന്തോ ഞങ്ങൾ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും മാസ്കൊക്കെ വെച്ച് അതിൻ്റേതായിട്ടുള്ള പ്രോട്ടോക്കോൾ അനുസരിച്ച് ഫ്ലവേഴ്സിൽ ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത്. ജിത്തു സാറ്, ഞാൻ ജിത്തു ആണ്, സുമേഷേ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് മൈൻഡ് വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. ഞാനൊക്കെ 11 മണിക്കൊക്കെ പല്ലി വെക്കണത്, സൗകര്യം പോലെ ചെയ്താൽ മതിയല്ലോ. ചോദിക്കാനും പറയാൻ ആരും വരികയില്ല, പണിയെടുക്കാനൊന്നും പണിയുമില്ല. അപ്പം അവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തെച്ചിട്ടിരിക്കുമ്പോഴേ ഫോണിൽ കോൾ വരുന്നത്, ജിത്തു സാറാന്ന് പറഞ്ഞു. അപ്പം അപ്പം ആ സമയത്ത് പ്രാങ്ക് പരിപാടി ഉണ്ടല്ലോ, എല്ലാവരും വെറുതെ ഇരിക്കുവാണല്ലോ, എല്ലാവരും ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തിട്ട് വിളിച്ചിട്ട്, അതും ജിത്തു സാർ എന്നെ വിളിക്കുന്നു നേരിട്ട് പെട്ടെന്ന്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ സാറ് വിളിക്കുന്നത്, സുമേഷിനെ ഞാൻ വിളിച്ചാൽ എന്താണെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞു, അത് വിട് രണ്ടാമത് കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിച്ചു സാറ്. വിളിച്ചിട്ട് പറഞ്ഞു, സുമേഷിൻ്റെ കോസ്റ്റ്യൂംസ് കാര്യങ്ങൾ ഒരു ഫോട്ടോ എനിക്ക് വേണം, ഒരു 3-4 ഫോട്ടോ ഫുൾ സൈസും അങ്ങനെ ഞാൻ ചേട്ടനോട് പറഞ്ഞോ ആരോട് പറഞ്ഞോ, മുറ്റത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക. എൻ്റെ കയ്യിലാണെങ്കിൽ ലോക്കൽ ഫോണും ഫോട്ടോ ഇത് എടുത്താലും അത് ക്ലിയർ ആവില്ല. അപ്പോൾ നല്ല ഫോട്ടോ ഉള്ള ആളുടെ അടുത്ത് പോയി, അല്ല ഫോണുള്ള ആളുടെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കണം. നല്ല സ്റ്റുഡിയോ പോകാൻ പറ്റത്തില്ല, എല്ലാം അടച്ചിട്ട്. നേരെ എന്ന് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയപ്പോൾ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ചെറിയ ഫോണും അതും ഇതൊക്കെ ആയിട്ട് എൻ്റെ ഫോൺ തന്നെ എടുത്തെന്ന് നോക്കി പോകുന്നു. എന്നിട്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എഡിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടേണ്ടത് എന്നെ ഗ്ലാമറാക്കി കാണുക എന്നുള്ളതല്ല, എൻ്റെ ഫുൾ സൈസ് എന്താണ് കാര്യങ്ങൾ മാത്രം ക്യാരക്ടറുമായിട്ട് മാച്ച് ആവുമോ. കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു. പിന്നെ അങ്ങനെ സാറ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു, ഒരു പോലീസിൻ്റെ വേഷമാണ് എന്ന് പറഞ്ഞു. മെഷർമെൻ്റ് എടുത്തു, ഒക്കെ എടുത്തിട്ട് ഞാനും പോയി കഥ വായിച്ച് ഒരു സ്ക്രിപ്റ്റ് തന്നു കയ്യിലേക്ക്. തന്നപ്പോൾ എല്ലായിടത്തും ഉണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്, ഓരോ നമ്മുടെ സീൻ മാത്രമേ വായിക്കാൻ തരുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ എല്ലായിടത്തും ഞെട്ടിപ്പോയി. നല്ലൊരു കഥാപാത്രം. പടത്തിൻ്റെ പേര് ദൃശ്യം 2. അപ്പോൾ ആ 1 നമ്മളെ അതിശയിപ്പിച്ച സിനിമയുടെ 2ാം ഭാഗത്തിൽ നമ്മൾ അത്രയും മനോഹരമായിട്ട് പക്ഷെ അതും ചാനലിലൂടെയാണ്. സാറ് എന്നെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഒരു ദൃശ്യത്തിൻ്റെ സ്പൂഫ് സ്കിറ്റ് ചെയ്തായിരുന്നു മനോരമയിൽ. അപ്പോൾ ആ സ്കിറ്റിൻ്റെ അകത്ത് ഞാൻ പോലീസാണ്. ആ സ്കിറ്റ് സാറ് കണ്ടായിരുന്നു കോവിഡ് സമയത്ത് ഇരുന്നപ്പോൾ. ഞാൻ ആരോ വിളിച്ച് പറഞ്ഞ് കാണിച്ചതാണ്. അങ്ങനെ ആ സ്കിറ്റിൽ ഞാനും ഉണ്ട്, ജോസായിട്ട് ചെയ്തിട്ടുള്ള ആയിത്തേരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും വിളിക്കണത്. ചെന്നു, ഇതൊക്കെ നോക്കി ഓക്കെ ആയി, ഭയങ്കര ഗംഭീരം. പിന്നെ ഉള്ള പേടി എന്ന് പറഞ്ഞാൽ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായെങ്കിൽ നമ്മൾ മാറ്റും. അതിനൊന്നും വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കയറി അങ്ങനെ അത് ചെയ്തു. അങ്ങനെ ചെയ്ത് ആ പടം കഴിഞ്ഞ് ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ടും ഇത് OTT ആയതുകൊണ്ടും നമുക്ക് റീച്ച് കിട്ടിയില്ല, തിയേറ്ററിൽ ഇറങ്ങാത്തത് കൊണ്ട് വളരെ, അതായത് സിനിമ കണ്ടിട്ട് ഞാനന്ന് അമൃത TV തിരുവനന്തപുരത്ത് ഷൂട്ടിൻ്റെ സമയത്താണ് OTT റിലീസാവുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഫോണിൽ ഇന്ന് ഈ സമയം വരെയുള്ള എൻ്റെ ജീവിതത്തിൽ ആ ദൃശ്യം 2 കഴിഞ്ഞ് ആ ഫസ്റ്റ് റിലീസാവുന്ന ആ സമയം മുതൽ എണ്ണിയാ തീരാത്ത രീതിയിലുള്ള കോൾ വന്നത് ആദ്യമായിട്ട് എനിക്ക്. ആളുകൾ വിളിച്ച് ഭയങ്കരമായിട്ട്. അപ്പം ഈ ഇൻ്റർവെല്ലിൽ വരെ ഞാൻ കള്ളുടിയനാണ്, ഇത് മാത്രമേ ഉള്ളൂ ഏത് എടുത്താലും എന്നുള്ളതായിരുന്നു. ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ കോൾ വരുന്നത്. ചേട്ടാ നീ പോലീസാർത്തില്ല തുടങ്ങിയ കൂട്ടി ഇട്ട പൊന്നു വിളിയോട്ട് വിളി എന്ന് പറഞ്ഞാൽ അതുപോലെ. പിന്നെ ഇൻ്റർവ്യൂസിന് വിളിക്കുന്നു, ഭയങ്കര ട്രാൻസിഷൻ ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അന്നത്തെ ആളുകൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു ആഘോഷമായിരുന്നു. പക്ഷേ തിയേറ്ററിൽ വരാത്തതുകൊണ്ട് OTT ആയതുകൊണ്ടും അന്ന് തന്നെ കുറേ കോളുകൾ വന്നിട്ടോ,
പടം കണ്ടിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പ്രൊജക്ടർ വെച്ചിട്ടൊക്കെ കണ്ടത്. അന്ന് തിയേറ്ററിനകത്തുണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൊജക്ടർ മുറ്റത്ത് വെച്ചിട്ട് സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ തിയേറ്റർ പോലെ ഞങ്ങളുടെ മുറ്റത്ത് എൻ്റെ ചാച്ചൻ്റെ വീട്ടിലെ മുറ്റത്ത് കസേര നിരത്തിയിട്ട് പോപ്കോണൊക്കെ കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ഫീലൊക്കെ വരുത്തി ആ പടം കണ്ടത്. പിന്നെ കുറേ അവസരങ്ങൾ എന്നെ കുറേ പേര് വിളിച്ചിട്ട് ബാധയ്ക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞായിരുന്നു അടുത്ത സിനിമയിൽ നീണ്ട് അങ്ങനെ ഒരു 5-6 സിനിമകളിൽ എന്നോട് അവസരങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ എന്തുകൊണ്ടോ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് നിർത്തിവെച്ചു. ആ സമയത്ത് ഈ പറഞ്ഞ കാസ്റ്റിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അതങ്ങ് അണഞ്ഞു പോയി. പിന്നെ അങ്ങനെ ഇരുന്ന് പിന്നെ ചാനൽ പരിപാടികൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കോവിഡൊക്കെ മാറി, വരുമാനം വേണമല്ലോ. 2 അമൃതയിലും മനോരമയിലും ഫ്ലവേഴ്സിലൊക്കെ ആയിട്ട് മാറി ഏഷ്യാനെറ്റിലും അവാർഡ് നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആ വരുമാനത്തിൻ്റെ പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ പുള്ളി ബോംബെയിലെ അമീർ ഖാൻ കമ്പനിയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു സാറ് വിനോദ് ഉണ്ണിത്താൻ സാറും സമീർ സേട്ട് എന്ന് പറഞ്ഞ 2 പേര് കൂടിയിട്ട് മലയാളത്തിലൊരു പടം ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് കേരളത്തിലേക്ക് അവരൊരു ഓഫീസ് ഇവിടെ കൊണ്ടുവരണം. പാലാരോട്ടത്ത് അതിൻ്റെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ചേട്ടൻ അതിനകത്ത് ഹെൽപ്പറായിട്ട് വരുന്നു. ചേട്ടായി ഇവിടെ എല്ലാ കാര്യങ്ങളും പുള്ളി ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇവൻ ലൈൻ പ്രൊഡ്യൂസർ ആവുന്നു. ഈ കഥ മുഴുവനും ഒരു കേട്ട് സെറ്റ് ചെയ്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എൻ്റെ പഴന്തോട്ടത്തെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലാണ് എല്ലാവർക്കും ക്രൂ മെമ്പേഴ്സ് മുഴുവൻ എഴുതാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു വീട് ഫുള്ള് എടുത്തു കൊടുക്കണം. ചേട്ടൻ പുള്ളി എടുത്തു കൊടുക്കണം. അവിടെ ഏരിയ മുഴുവൻ നമ്മളാണ് ഫുഡൊക്കെ കൊടുക്കണം കാര്യങ്ങളൊക്കെ. അവിടെ അവർ എഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് നടക്കണം. ഇവർ കാസ്റ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് നടക്കണം. ഇതൊന്നും ഞാൻ അറിയില്ല. ചേട്ടൻ പുള്ളി ഇങ്ങനത്തെ വർക്ക് ചെയ്തു. അവൻ എന്നോട് പറയുന്നുണ്ട്, നീ ഇറക്കിയ വാ, സാറിനൊന്ന് കാണും, മറ്റേ വിനോദ് സാറിനൊന്ന് കാണും. വിനോദ് സാറെന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു പാവം മനുഷ്യൻ. ഒരു ദിവസം കാണാൻ പാതെന്ന് പറഞ്ഞ് ഞാൻ ചുമ്മാ ഒരു സ്കൂട്ടർ കൊടുത്ത് അലമ്പി ചെല്ലുന്നു. ഒരു സിനിമാക്കാരുടെ ചെല്ലും പോലെ അല്ല ചെല്ലുന്നത്. അലമ്പി അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് സാറ് എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രീഡമായിട്ട് സംസാരിക്കും. നമ്മുടെ ലോക്കലല്ലേ, എന്നാണ്ട് തകർത്ത് എഴുതാൻ കൂടെ പൊളിക്കാം, നമുക്ക് എന്നാ വേണമെങ്കിലും പറഞ്ഞോട്ടോ. അവിടുത്തെ ഫുഡോ ഇവിടുത്തെ ഏത് ഷാപ്പിൽ പോയി ഫുഡോ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി. സ്പെഷ്യൽ സാധനങ്ങളുണ്ട്, എന്നെ ഇടിയിറച്ചി അങ്ങനെ ഇങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞാൻ കൊണ്ടു തരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ നാട്ടിൻ പ്രദേശക്കാരനാവുന്നു. ഞാൻ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പിറ്റേ ദിവസം എന്നോടൊന്ന് അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നു. ഞാൻ നീറ്റല്ല ശരിക്കും, ഒരു സിനിമാക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു ഇതല്ല, ഒരു ലുങ്കിമുണ്ടും സ്കൂട്ടറും ലോക്കൽ അവിടുത്തെ നമ്മുടെ ആൾക്കാർ. ദിവസം ഞാൻ ചെല്ലുന്നു. എന്തിനാ ചേട്ടൻ പൊടി നിന്നോട് സാറ് വരാൻ പറഞ്ഞു. ഞാനവിടെ ചെല്ലുന്നു. എന്നെ സാറ് റൂമിലേക്ക് കയറ്റുന്നു. സാറിന് റൂമിൽ കയറ്റി കുറച്ച് നേരം കൂടെ സംസാരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്രൂ ഡയറക്ടർ എല്ലാവരും കൂടി കൈയടിക്കുന്നു. ജവാനും മുല്ലപ്പൂ എന്നൊരു സിനിമയിലെ നായകന് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. അതാണ് ഉണ്ടായത്. അതായത് ഞാൻ പോലും എല്ലാം ഞാൻ അറിയാതെയാണ്. ഇവർ തമ്മിൽ രാത്രി ചർച്ച ഉണ്ടായിരുന്നു. ഞാൻ ആ കോലാഹലം മുഴുവൻ അവിടെ കാണിച്ചിട്ട് പോയ ഒരു പോക്കുണ്ടല്ലോ. ആ സമയത്ത് ഇവർ അവരുടെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ നായകന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെയാക്കും എന്നല്ലേ പ്രതീക്ഷിക്കില്ല, വലിയ ആർട്ടിസ്റ്റുകളെ പ്രതീക്ഷിക്കണത് ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആർക്കും ഡേറ്റോ കാര്യങ്ങളോ ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണം പെട്ടെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു, ദൃശ്യം 2 എന്ന് പറയുന്ന സിനിമയിൽ ഒരു നല്ല കഥാപാത്രം ചെയ്ത വലിയൊരു സിനിമയിലൂടെ വന്നൊരു കലാകാരൻ, ടി വിയിൽ ചെയ്തതെല്ലാം ജനങ്ങൾ മുഴുവൻ കണ്ടിട്ടുള്ള അറിയാവുന്നൊരു ആർട്ടിസ്റ്റ്, പിന്നെ എന്തുകൊണ്ട് ഇയാളെ ആക്കിക്കൂടാ ഒരു നായകനായിട്ട്? എല്ലാവരും നായകന്മാരായ ആൾക്കാർ മാത്രമല്ലോ ആയിട്ടല്ലേ പിന്നെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ ഉപദേശവും കാര്യങ്ങളൊക്കെ രാത്രി ചർച്ചയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെയാണ് എന്നെ വീണ്ടും ഒഫീഷ്യലായിട്ട്. അപ്പോൾ ഞാൻ അങ്ങ് മാറി. അതായത് ആദ്യം പറഞ്ഞ നാട്ടുകാരനൊക്കെ പോയിട്ട് എൻ്റെ ഫ്രീഡം പോയി. പിന്നെ ഇവിടെ സംസാരിക്കുമ്പോൾ ഒഫീഷ്യലും ഇങ്ങനെ പിന്നെ ആറ്റിറ്റ്യൂഡ് പിടിക്കണം. അല്ലെങ്കിൽ ഇവൻ അപ്പം ഞാൻ പറയുന്നുണ്ട്, അതെ എൻ്റെ ചേട്ടൻ്റെ കണ്ണ് അറിയും ഞാൻ നായകനാവും, എൻ്റെ അനിയൻ നായകനാവും. അന്ന് മുതലുള്ള പ്രയത്നം. ഞാൻ ചേട്ടനോട് ചോദിച്ചു, എടാ എന്നെ നിൽക്കൂലടാ, നീ എന്നെ പറഞ്ഞ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ നീ ചെയ്തോ, അവർ ഇങ്ങനെ പറഞ്ഞാണ്, നോ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞു. പിന്നെ സാറ് വിളിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞു, സുമേഷ് വേറെ ഒന്നുമില്ല, ഞാനിത് ഇങ്ങനെയാണ്, 2 ക്രിയേറ്റീവ് മൈൻഡ്സ് എന്നാണ് കമ്പനിയുടെ പേര്. ആ കമ്പനി ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന മലയാള സിനിമ, ഈ മലയാള സിനിമയിൽ സുമേഷ് നായകനാവുന്നു. ഞങ്ങൾക്ക് വിരോധമില്ല. സാർ റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞിങ്ങനെ 1 മാസം 90 ദിവസം ഒന്ന് ഡയറ്റ് ചെയ്യുക. എനിക്ക് ഈ കാണുന്നല്ലോ വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് എന്താ പറയുക, ഫിറ്റ് ആവുക, ഒരു ഇൻഷർട്ടൊക്കെ ചെയ്ത് ഒരു പട്ടാളക്കാരനാവാൻ വേണ്ടിയിട്ട്. ഞാൻ വരുമ്പോൾ ഇനി ബോംബെ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ജവാനെയാണ് എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞു. നമുക്ക് ആകെ അറിയാവുന്ന ജവാൻ ഇത് കഴിഞ്ഞിട്ട് വേണം ഫിറ്റ് ആവാൻ വേണ്ടി ഞങ്ങളിരിക്കണം. നമുക്കൊന്ന് ഫിറ്റ് ആവണല്ലോ എന്ന് പറഞ്ഞപ്പോ എന്നാ സാറോടൊക്കെ ജവാൻ കേരളത്തിന് പിന്നെ അറിയാം, ഷാരൂഖ് ഖാനാണ് ഹിന്ദിയിൽ ജവാനിൽ അഭിനയിച്ചത്, മലയാളത്തിൽ ഞാനും. സത്യമാണ്. അപ്പം അന്നേരം ഈ പറയുന്ന തിരിച്ച് സാറ് വരുമ്പോൾ ഞാൻ അങ്ങനെ ആവുന്നു. പടം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന് മുമ്പ് ചെറിയ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, എന്നെക്കൊണ്ട് എനിക്ക് അറിയില്ല. കാര്യം സ്കൂൾ നാടകങ്ങളിലൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ടെങ്കിലും ടെക്നിക്കൽ
വശങ്ങളിലൂടെ നമ്മൾ പോകണമല്ലോ. ഇപ്പോൾ സിനിമ ഓവർ ആക്ടിങ് അല്ലെങ്കിൽ മിമിക്രി നമുക്ക് വരാം, അതൊക്കെ പേടിയാണ് നമുക്ക്. അയ്യോ എന്ത് പറ്റും എന്ത് പറ്റും. അതെ, മലയാളത്തിൽ മറ്റേ സൈഡ് കിക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ പോയാൽ മതി. അതെ. മറ്റത് ഇതല്ലല്ലോ, പടം ഷോൾഡർ ചെയ്യുന്ന ഷോൾഡർ ആകുമ്പോൾ അത് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ പിന്നെ അത് അങ്ങനെ തന്നെ പോട്ടെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തതാണ് ജവാനും മുല്ലപ്പും. അതൊക്കെ ഭാഗ്യമാണ് ആദ്യമായിട്ടൊരു നായകനാകാൻ പറ്റി. അപ്പം 3-ാം ക്ലാസ് അപ്പോഴും പറയുന്നു, 3-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7-ാം ക്ലാസ് മുതൽ കലാഭവനിലൂടെ വന്ന് സിനിമയിൽ കയറണമെന്ന് ഉദ്ദേശിച്ച ആ ഒരു സാധാരണക്കാരൻ്റെ അച്ഛൻ്റെ മോൻ പുള്ളിക്കാരനൊരു നായകനാകാൻ പറ്റിയെന്ന് പറയുന്നത് അത് നമ്മുടെ ആ ദൈവാധീനം, ആ വന്ന യാത്രയുടെ സത്യസന്ധതയാണ്. ഗുരുത്വവും ബാക്കി കൂടെ ഉള്ളവരുടെ പ്രാർത്ഥനയും എല്ലാം ആണ് നായകനാക്കിയതാ ദൈവം. കാരണം സിനിമ ആഗ്രഹിച്ച ഒരാളെ ഒരു നായകനാക്കി. ഇനി നായകൻ വേണ്ട, കിട്ടിയാൽ ഞാൻ ചെയ്യും. അല്ല അത് പറയണ്ട, ഒന്നും കൂടി ആവട്ടെ. അതെ. അപ്പം അങ്ങനെയുള്ള ഇതിനകത്തേക്ക് ഇപ്പം ഇത് നായകനും ചെയ്തു. ഇപ്പം ദൃശ്യം 3-ൽ സാറ് വീണ്ടും വിളിച്ചു. ദൃശ്യം 3-ൽ മനോഹരമായിട്ട് ദൃശ്യം ഓടിക്കൊണ്ടിരിക്കുന്നു. വലിയ സന്തോഷം, എല്ലാവരും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ആ 2 സിനിമ വന്നപ്പം OTT ആയതുകൊണ്ട് കുറേ അവസരങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇത് തിയേറ്ററിൽ വന്നുകൊണ്ട് അവസരങ്ങൾ കുറേ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും തീർച്ചയായിട്ടും. സുമേഷ്, താങ്കളുടെ ഉള്ളിൽ ഒരു ഡിവിനിറ്റി ഉണ്ട്. താങ്കളുടെ സിനിമകളുടെ ഒരു ചൈതന്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചില സിനിമകളെ കണ്ടാൽ നമ്മളെ വലിയ രീതിയിലൊന്നും ആശ്ചര്യപ്പെടുത്തിയെന്ന് വരത്തില്ല. പക്ഷേ അതിലെ കലാകാരന്മാർക്കൊരു ഓറ ഉണ്ടാവും, ഒരു ഡിവിനിറ്റി ഉണ്ടാവും, കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. അച്ഛൻ്റെ ഇപ്പം സഞ്ജു സാംസൺ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുമ്പോഴും ഞാൻ കാണുന്നത് സഞ്ജുവിൻ്റെ അച്ഛനെയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയും അച്ഛൻ്റെ യാതനകളും അച്ഛൻ്റെ കോംപ്രമൈസിങ്ങും എല്ലാമാണ്. കാരണം ആ അച്ഛൻ ഒരു പോലീസുകാരനായി നിലനിന്നുകൊണ്ട് മകനെ ഇൻ്റർനാഷണൽ സ്റ്റാറാക്കി മാറ്റിയ ഒരു അച്ഛൻ്റെ പ്രാർത്ഥനയും യാതനയും വേദനകളും എല്ലാം ഉണ്ട് അതിൻ്റെ പിറകിൽ. ഞാൻ അതാണ് കാണുന്നത്. ഒരുപക്ഷെ ജനങ്ങൾ കാണുന്ന സഞ്ജുവിനായിരിക്കാം. അതുപോലെ താങ്കളുടെ പിറകിൽ താങ്കളുടെ ശക്തിയായി നിൽക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠൻ, അച്ഛൻ, അമ്മ, ഭാര്യ, ഇവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് റാപ്പിഡ് ഫയറിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടൊരു എള്ളുണ്ട കഴിച്ചാലോ? അല്ലേ, കയ്യിലോട്ട് എടുത്തു. കൈ കിട്ടിയോ? കിട്ടി. Okay. You are in conversation with Sumesh Chandran, listening to his Asadharana stories. We will be back after a break. This is Shine with Nalan. Welcome back. You are in conversation with Sumesh Chandran and this is Shine with Nalan. Rapid fire round. Okay, Sumesh, no filters now. Just answer from your heart. ഹൃദയത്തിൽ നിന്നും ഫിൽറ്ററൊന്നും ഇല്ലാണ്ട് പച്ചയ്ക്ക് ഉത്തരം പറയാമെന്നുള്ളത്. അതാണല്ലോ താങ്കളുടെ സ്വഭാവം. ഫെയിം. ഞാൻ ഭയങ്കര ഫെയിം അല്ലേ? സൈലൻസ്. വിജയമായിരിക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന യാത്രകളിലൊക്കെ സൈലൻസ് വളരെ ഗുണം ചെയ്തിട്ടുണ്ട്. സക്സസ്. കഠിനാധ്വാനം. ഫാമിലി. സ്നേഹം. പെയിൻ. നഷ്ടങ്ങൾ. ഹാപ്പിനെസ്. വിജയങ്ങൾ. ലാസ്റ്റ് ടൈം എന്നാണ് ഇമോഷണലി ഉടഞ്ഞു പോയത്? എൻ്റെ അച്ഛൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. ശാരീരികമായി ഉണ്ടായ അസ്വസ്ഥത. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നഷ്ടബോധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാടുണ്ടായിട്ടുണ്ട്. ലൈഫിൽ മിസ് ചെയ്തു പോയ, അതായത് ആ വണ്ടിയിൽ കയറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ കോൾ എടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നെങ്കിൽ എന്ന് മിസ് ചെയ്തു പോയ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടോ? മിസ് ചെയ്തു പോയ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രം ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. ആ യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു സിനിമയുടെ അവാർഡ്, ആ സിനിമയ്ക്ക് അവാർഡുണ്ട്. അതിൻ്റെ ഡയറക്ടർ എൻ്റെ അടുത്തിരിക്കുന്നു. ആ സിനിമയുടെ ഡയറക്ടർ ആരാണെന്നോ എൻ്റെ അടുത്തിരിക്കുന്ന ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ ഫംഗ്ഷനിൽ ഞാൻ വൺമാൻ ഷോ ചെയ്യാൻ പോകുന്നു. അദ്ദേഹം അവാർഡ് മേടിക്കാൻ പോകുന്നു ഷാർജയിൽ. അവിടെ വെച്ചിട്ട് ഞാൻ ആരാണെന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. ഞാൻ എൻ്റെ പ്രൊഫൈൽ കാണിക്കുന്നു. ഈ പറയുന്ന ഒറ്റയാൾ പോരാട്ടം പോലത്തെയുള്ള വീഡിയോസ് എൻ്റെ മൊബൈലിലുള്ളത് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹം എനിക്കൊരു ഓഫർ നൽകുന്നു. ഒരു പടം എഴുതിക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഒന്ന് ജോയിൻ ചെയ്യണം. കടുത്തുരുത്തിലാണ് എൻ്റെ വീട്, എന്നെ വിളിക്കണം, നമുക്കൊന്ന് ഇരിക്കാം, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇനി അങ്ങോട്ട് ആ കഥാപാത്രം കൂടുതൽ സ്റ്റേജ് ചെയ്യേണ്ട, നമുക്ക് ആ സിനിമയിൽ ഗംഭീരമായിട്ടൊരു കഥാപാത്രം ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ വെച്ച് പറയുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്നു, പ്രോഗ്രാമിന് പോകുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. എന്നോട് കടുത്തുരുത്തിലേക്ക് വരാൻ പറയുന്നതും വരെ ഓക്കെ ആയിരുന്നു. ഞാനത് ഫോളോ ചെയ്തില്ല. ഒരുപാട് അവസരങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക കിട്ടാതെ ഇരുന്ന ആ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ല കുറച്ച് മടുത്തു പോയെന്ന് പറഞ്ഞില്ലേ, ഇതും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു തോന്നൽ. അതായത് ആ സമയത്തൊക്കെ അങ്ങനെ സിനിമയിലേക്കൊരു എൻട്രി ഇല്ല. സ്റ്റേജ് ഷോ, ഇങ്ങനെ ഗൾഫ് ഷോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പല മോഹന വാഗ്ദാനങ്ങളും തരും. അങ്ങനെ എൻഡ് ഓഫ് ദ ഡേ നടക്കുന്നില്ല. മറ്റൊരു മോഹന വാഗ്ദാനം അടുത്ത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇത് കണ്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്കൊരു നഷ്ടമായിരുന്നു. കാരണം അത് സിനിമ ഇറങ്ങി ഇപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചു. ഷൂട്ടിംഗ് അടക്കുമ്പോൾ എന്നെ വിളിച്ചു. എന്താ വിളിക്കാത്തതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞ കഥാപാത്രം വേറൊരാൾക്ക് പോസ്റ്റ് ചെയ്തു. ആ സിനിമയാണ് ആക്ഷൻ ഹീറോ വിജു. അതിലൊരു കഥാപാത്രമാണ്. പക്ഷേ അത് അദ്ദേഹം എന്നെ ലൊക്കേഷനിലേക്ക് വിളിച്ച് ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ വൈറ്റിലെ
പാലത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പകരം വേറൊരാളായിരുന്നു. അത് കാണാൻ വേണ്ടി അദ്ദേഹം വിളിച്ചു. എന്നിട്ട് ഞാൻ സൂര്യ ടി വിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ലീഡ് ചെയ്തിട്ടുള്ളൊരു ഷോ. എന്നിട്ട് അതിൻ്റെ ബ്രേക്ക് ടൈമിൽ ഞാൻ പോകുന്നു. നിവിൻ പോളിയും പ്രചോദേട്ടനും ഇവരൊക്കെ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ആ സീൻ കാണിക്കുന്നു. ബ്രേക്ക് സമയത്ത് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അവിടെ വെച്ച് എനിക്കുണ്ടായത് നഷ്ടം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതായത് ആ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് കഴിച്ചാൽ ഇറങ്ങൂലാത്ത രീതിയായി പോയി. കാരണം ചിലപ്പോൾ അത് ക്ലിക്കായേനെ ആ കഥാപാത്രം ചെയ്തിരുന്നെങ്കിൽ അത് അന്നേരത്തെ ദൃശ്യത്തിന് മുമ്പുള്ള അതിനേക്കാൾ കൂടുതൽ ക്ലിക്കായേനെ. സുമേഷ്, ഇപ്പോൾ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ പൊതുവെ താങ്കളെ പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണ് എന്ന് താങ്കൾക്കറിയാമോ? താങ്കൾക്കൊരു ആൾക്കാർക്കൊരു മിസ് കോൺസെപ്ഷൻ ഉണ്ടാവില്ല ഇയാളെ പറ്റി കാണുമ്പം, മുൻധാരണകൾ. അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വിധി എഴുതുന്നത് നമ്മളെപ്പോലും അറിയാത്ത ആൾക്കാർ നമ്മളെപ്പറ്റി പറഞ്ഞ് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കൂടിയിരിക്കുന്ന ഒരാൾ എന്തെങ്കിലും ഒരു തമാശയായിരിക്കും പറഞ്ഞത്. പക്ഷേ ഇത് 8ാമത്തെ ആളിലെത്തുമ്പം 7 ആൾക്കാരും സുമേഷിനെ കണ്ടിട്ടില്ല. പക്ഷെ ഒരാൾ പറഞ്ഞത് ബേസ് ചെയ്ത് സ്ട്രക്ചർ ഉണ്ടാവുകയാണ്. ഈ 8ാമത്തെ ആൾ എന്തെങ്കിലും സുമേഷിനെ കാണുമ്പം അതിശയത്തോടു കൂടി നോക്കുകയാണെ ഇയാളെ പറ്റിയാണോ ഇത് പറഞ്ഞതെന്ന്. കാരണം എന്നെപ്പറ്റി അങ്ങനെ ഒരുപാട് അപവാദങ്ങൾ ഞാൻ അറിയാണ്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറേ അനുഭവം. അതാ ഞാൻ ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു അനുഭവം പറയാമോ? കുറേ അനുഭവങ്ങളുണ്ട് അതിനകത്ത്. ഞാനൊരു ഈ പറഞ്ഞ പോലെ നിഷ്കളങ്കൻ തന്നെ ഞാൻ അവകാശപ്പെടാം. ഞാൻ തന്നെ ആളുകൾ എന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ചുറ്റിലുള്ളവർക്കൊക്കെ എന്നെ അറിയാം. ഞാനൊരു ദേഷ്യക്കാരനല്ല. എന്തെങ്കിലും ഒരാൾ വന്നിട്ട് സുമേഷ് ഏട്ടാ നിങ്ങളെപ്പറ്റി ഇങ്ങനൊന്നും അല്ല കരുതിയത്, നിങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഒരു അനുഭവം ഇപ്പോൾ ഞാൻ ഓർക്കുന്നത്, കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഞാൻ സിനിമയിലേക്ക് അല്ലെങ്കിൽ ഒരു സിനിമ പോലും ഞാൻ എത്തണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ കുറച്ച് പേരുണ്ട്. അവരിലൊരാൾ ഈ ആഗ്രഹം വെച്ച് നടന്നിട്ട് എൻ്റെ കൂടെ വന്ന ഒരാളാണ്. പക്ഷേ അയാളുടെ കൂട്ടുകെട്ടുകളിൽ നമ്മളെപ്പറ്റി ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അല്ലായിരുന്നു, അവൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പം പല സ്ഥലങ്ങളിലും പലതും ചെന്ന് അന്വേഷിച്ച് ഞാൻ അവന് അതല്ല, നമ്മൾ ഈ ചെയ്ത കഷ്ടപ്പാടുകൾ മുഴുവൻ ഒന്നുമല്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് പലരും എൻ്റെ ഫേസിലേക്ക് നോക്കുമ്പോഴും സംസാരത്തിലൊക്കെ അത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഈ പറഞ്ഞവരൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. വരുമ്പോൾ അവരെന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ചാണല്ലോ ഇങ്ങനെ പറഞ്ഞു, എന്തോരം കാര്യങ്ങളാണ് പറഞ്ഞത്, മറ്റത് ഇങ്ങനെയാണോ? അപ്പോൾ ഞാൻ മറ്റതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. അതങ്ങനെയായിരുന്നു. വേറൊരു കാര്യം ചോദിക്കും, ഇന്നൊരു ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, ആ സംഭവം എങ്ങനെയായിരുന്നു, നിങ്ങൾ എന്താ ഈ പറയുന്നത്, അതൊന്നും അല്ല സംഭവം ഇങ്ങനെയാണ്. അന്നേരം തലയെ കൈവച്ചിട്ട് എന്തെല്ലാമാണ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ ഇത് ഇന്നല്ലെങ്കിൽ നാളെ കലങ്ങി തെളിയാറുമുണ്ട്. സുമേഷ് ജി, ഇന്നിപ്പം ഭൂമി സ്പന്ദനം എന്ന് പറയുമല്ലോ, അത് നിലയ്ക്കാന്ന് വെക്കുക, സ്റ്റോപ്പ് ആവുക, ലൈഫ് ഇങ്ങനെ സ്റ്റോപ്പ് ആവുക. സുമേഷ് എന്തായിരിക്കും ചെയ്യുന്നത്? ഞാൻ എൻ്റെ മക്കളെയും കുടുംബത്തെയും പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അടിപൊളി. ദൃശ്യം 3 വന്ന് നിൽക്കുകയാണ്. നല്ലൊരു കഥാപാത്രമാണ്. വളരെ ഗംഭീരമായി താങ്കൾ അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്കളെ അന്വേഷിച്ച് വലിയ വലിയ ചാൻസുകൾ വരട്ടെ. താങ്കളെ വളരണം എന്ന് ആശിക്കുന്ന. ഞാൻ എപ്പോഴും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, വരൂന്നേ, വന്നിരിക്കും. അതിനുവേണ്ടിയല്ലോ നമ്മൾ ഇത്ര നാളെ നടന്നത്. ദൂരം നടന്നു. എനിക്ക് തോന്നുന്നത് സിദ്ദിഖ് സാർ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഞാൻ സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം പല വേഷങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളല്ലാതാകാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഞാൻ ഇച്ചിരി ഗ്ലാമർ ആയിരുന്നു, അതുകൊണ്ട് കോമഡി പറഞ്ഞ് ഏക്കൂല. ഇപ്പോഴത്തെ വേഷം മാറി. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കേരളത്തിലെ മിക്ക കോമഡികളുടെ പിറകെ, കുക്ക് വിത്ത് കോമഡിയുടെ പിറകിൽ വരെ താങ്കളാണ് ആള് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പിറകിലുള്ളൂ, മുന്നിലിരിക്കുന്ന ആളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. ഇല്ല, എനിക്ക് വലിയ കോമഡി ഇല്ല, കൗണ്ടർ അടിയേ ഉള്ളൂ. കുക്ക് വിത്ത് കോമഡിയിലെ പൂക്കീസിനെ വെച്ചിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നതാണ് ഇവന്റെ പ്രധാന പണി. അപ്പോൾ അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതി കൊടുക്കുന്നതല്ല. അതെ, മനസ്സിലായി. അത് അവര് പറയുന്നത് അവിടെ സ്പോട്ടിലെല്ലാം ഉണ്ടാകുന്നു. കാരണം അങ്ങോട്ട് കയറ്റി വിടുക എന്നുള്ളതുള്ളൂ. പിന്നെ അവർ പ്ലേ ചെയ്യാന്നുള്ള അവരുടെ ഇതാണ്. പിന്നെ അവര് പിടിക്കാൻ പറ്റുന്ന ഒരാൾ വേണ്ടേ? ഞാൻ പറയട്ടെ, ഒരു വേദിയിൽ നമുക്കൊരു പടം നടക്കുന്നു, പടത്തിൻ്റെ പ്രൊമോഷൻ നടക്കുന്നു, ബാക്കി കുറേ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്, എന്തായാലും ഫോക്കസ് ചെയ്യുന്ന മമ്മൂക്ക തന്നെ ആയിരിക്കില്ലേ എന്ന് പറയുന്ന പോലെ കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫോക്കസ് ചെയ്യുന്ന ആരെയാ? മനസ്സിലായി. അവിടുത്തെ മമ്മൂട്ടിയാ. മനസ്സിലായി. സുഖിച്ച് അല്ല, വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് സന്തോഷം. ഞാനിപ്പോൾ ഈ ഒരു ഇവിടെ ഒരു പോഡ്കാസ്റ്റിലേക്ക് വന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ബഹുമാനത്തോടെ ഇരിക്കുന്നത്, വലിയൊരു എന്താ പറയുക സന്തോഷത്തോടെ. എനിക്ക് ഇവിടെ വരാൻ പറ്റിയല്ലോ. പല എപ്പിസോഡുകളും കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു മജീഷ്യനൊക്കെ സംസാരിക്കുന്ന പോലെ, വളരെ അറിവിൻ്റെ ഒരു നിറകുടം എന്നൊക്കെ പറയുന്ന പോലെ. എന്നെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് പേടിയാവുക. എന്തായിരിക്കും പറയുക? ടോൺ വേറെ, രൂപം വേറെ, മനുഷ്യൻ വേറെ.
ഒരുപാട് സന്തോഷം. സുമേഷിനെ പരിചയപ്പെടുമ്പം ഒരു മാജിക് കണ്ട് സുമേഷ് അവിടെ കുട്ടികളോട് നിന്ന് അവരുടെ ഒരു റേഞ്ചിൽ നിന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും നമ്മളെല്ലാം എൻ്റർടൈൻ ചെയ്യുന്നതും പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള സുമേഷിൻ്റെ ആത്മാർത്ഥതയും അതിനകത്ത് സുമേഷ് കാണിക്കുന്ന ഒരു ഇൻറ്റഗ്രിറ്റിയും എല്ലാം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ജനങ്ങളിത് അറിയണം. സുമേഷ് എന്ന കലാകാരനെ ജനങ്ങൾക്ക് അറിയാമെങ്കിലും ഈ അറിവിനേക്കാൾ വലുതാണല്ലോ സുമേഷ് തിരിച്ചറിവ്. എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, അതെനിക്കറിയാം. ലാലേട്ടൻ പറഞ്ഞ അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം പോരാ, താങ്കൾക്ക് വലിയ വലിയ അവസരങ്ങൾ വേണം. താങ്കൾക്ക് വേണ്ടി അവസരങ്ങൾ ചോദിക്കാൻ എനിക്കും യാതൊരു മടിയുമില്ല. കാരണം ദൃശ്യം 2-ലും ദൃശ്യം 3-ലും എല്ലാം താങ്കൾ അത്യാവശ്യം വേണ്ടതെല്ലാം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങിച്ച കാശിൻ്റെ പണി ചെയ്തു എന്ന് വേണം പറയാൻ. അതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 3 കണ്ടിറങ്ങിയപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ്, ഞങ്ങളെ ക്രൂ തീരുമാനിച്ചതാണ് സുമേഷിന് ജനങ്ങളുടെ അടുത്ത് പേഴ്സണൽ സൈഡ് കൊണ്ട്. കാരണം ഒരുപാട് യാതനകളും വേദനകളും, ഒരു വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചതോ ഒരു നെപ്പോട്ടിക് കിഡാണെന്ന് ചോദിച്ചാൽ ആണ്, ഒരു കലാകാരൻ്റെ കലാപരമായ കഴിവുകൾ കിട്ടിയ ഒരു നെപ്പോട്ടിക് കിഡാണ്. അപ്പോൾ അത്രയും കലാമൂല്യം മാത്രമല്ല, ദൃശ്യം കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പം എൻ്റെ അച്ഛനെ കൊണ്ടുപോയി കാണിക്കണം, എൻ്റെ അച്ഛനുമായിട്ട് കാണണം എന്ന് പറഞ്ഞ ഒരു ഗുരുത്വമുള്ള മനുഷ്യൻ. അതെനിക്ക് 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞ അച്ഛനെ നമുക്ക് രാവിലെ ഇല്ല, അച്ഛനെ കാണിച്ചിട്ട് ചേട്ടാ ഞാൻ വരാം എന്ന് പറഞ്ഞ ആ മനുഷ്യനോട് എന്നും എനിക്ക് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്. വലിയ വലിയ വേദികൾ, വലിയ വലിയ തിരശീലകൾ, വലിയ വലിയ സിൽവർ സ്ക്രീനുകൾ താങ്കൾക്ക് വേണ്ടി അവസരം ഒരുക്കട്ടെ. എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഞങ്ങളുടെ ക്രൂവിൻ്റെയും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ വിത്ത് ഷൈൻ വിത്ത് നളൻ ആൻഡ് വി ഹോപ്പ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് ദൃശ്യം 3 ഒരു 1 ഹിറ്റിലേക്ക് വീണ്ടും കയറട്ടെ. ദൃശ്യം 4ഉം 5ഉം ഒക്കെ വരട്ടെ. ജോർജ് കുട്ടിയുടെ പിറകെ നമ്മളെല്ലാവരും, ജോർജ് കുട്ടി ഇന്ന് പിടിക്കും നാളെ പിടിക്കും എന്ന് പറഞ്ഞ് ഓടട്ടെ. ജിത്തു ജോസഫ് ചേട്ടനും ഞങ്ങളുടെ എല്ലാവിധ അഭിനന്ദനങ്ങൾ. ജിത്തു സാറിനോട് ഒരുപാട് നന്ദി എനിക്ക് പറയാനുണ്ട്. ജിത്തു സാറാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കലാജീവിതത്തിൽ ഏറ്റവും സക്സസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഞാനെന്ന വ്യക്തിയെ കൂടുതലായിട്ട് ജനങ്ങൾ അറിയുന്നത് ദൃശ്യത്തിലെ പോലീസ്, ദൃശ്യത്തിലെ സാബു എന്ന് പറയുന്നതാണ്. ഇപ്പം ഈ 2 കഴിഞ്ഞതിന് ശേഷം എന്നെ അറിയുന്നത്. അല്ലാതെ കോമഡി സ്കിറ്റുകളോ എന്നോട് പണ്ട് ചാനലിലൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെ സിനിമകൾ, ഇനി അടുത്ത സിനിമ ഏതാണെന്ന് ചോദിക്കാൻ തുടങ്ങി. അവസരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്തടുത്ത സിനിമകൾ ഉണ്ടാവട്ടെ. അടുത്ത ഒരു സിനിമയുടെ റിലീസ് ആവാനുണ്ട്. പടത്തിന്റെ പേരൊക്കെ ഇട്ടു. വാഴ 1-ൽ അഭിനയിച്ച പിള്ളേരാണ് ചെയ്തിരിക്കുന്നത്. ഞാനും അതിനകത്ത് ചേട്ടനൊക്കെ കൂടി ചെയ്തിരിക്കുന്ന 4ാമത്തെ പടമാണത്. അപ്പോൾ ഇനിയും പടം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് വേറെ 2-3 പേരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഡേറ്റുകളൊന്നും കൺഫേം അല്ല, അതാണ് ഞാൻ പറയാത്തത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഒരു പ്രൊഫസി പറയാം. ഒരു സ്ക്രിപ്റ്റ് എഴുതണം സുമേഷ്. ആ സ്ക്രിപ്റ്റ് വളരെ മനോഹരമായിരിക്കും. സുമേഷ് അത് സംവിധാനം ചെയ്യും. സുമേഷ് വിൽ കം ആസ് ദി വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ഡയറക്ടർ ഇൻ ദി മലയാളം ഇൻഡസ്ട്രി. പറഞ്ഞത് ഷെഫാണ്, മാർക്ക് ചെയ്ത് വെച്ചു. ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനിത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇത്രയും നാൾ തന്ന പ്രോത്സാഹനം, ഇത്രയും എത്തിച്ചു, ഇത്രയും സ്നേഹം തന്ന എല്ലാവരും സ്നേഹത്തെ വളരെയധികം റെസ്പെക്റ്റോടുകൂടി കാണുന്നു. നടൻ എന്ന് പറഞ്ഞ് കേൾക്കാനാണ് ആഗ്രഹം. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എത്തും. നടക്കട്ടെ. സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ ഷോയ്ക്കും നളൻ സാറിനും ഒക്കെ. Thank you so much, Sumesh. I hope that this was an interesting conversation. Some conversations entertain us, some conversations heal us. Today felt less like an interview, it's more of a podcast, and more like listening to a human being speaking honestly about his very own life. Behind every smile, every microphone, every public appearance, there's a person carrying emotions the world never sees. Thank you Sumesh for being with us. Thank you, Sumesh, for your honesty, your calmness, and your humanity. This is Shine with Nalan. Until the next story, stay real, stay kind. Thank you, Sumesh. Thank you. Bye from Shine with Nalan. Bye-bye.